മജ്മനികായ 27 ചൂള ഹത്തിപദോപമ സുത്ത്. ചൂള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുത്, ഹത്തിപദോപമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനയുടെ പദങ്ങളുടെ ഉപമ, ആനയുടെ കാൽപ്പാടിൻ്റെ ഉപമ. ഞാനിപ്രകാരം കേട്ടു. ഒരിക്കൽ ഭഗവാൻ ശ്രാവസ്തിയിൽ ജേതവനത്തിൽ അനാഥപിണ്ഡകൻ്റെ ആശ്രമത്തിൽ വിഹരിക്കുകയായിരുന്നു. ആ സമയത്ത് ബ്രാഹ്മൺ ജാനുസോണി പെൺകുതിരകളെ പൂട്ടിയ ഒരു വെളുത്ത രഥത്തിൽ ശ്രാവസ്തിയിൽ നിന്ന് പുറത്തേക്ക് പോവുകയായിരുന്നു. ഉച്ചസമയത്തായിരുന്നു അദ്ദേഹം ശ്രാവസ്തിയിൽ നിന്ന് പുറത്തേക്ക് പോയത്. ആ സമയത്ത് അദ്ദേഹം പീലോദിക എന്ന പരിവ്രാജകൻ ദൂരെ നിന്ന് വരുന്നത് കണ്ടു. പരിവ്രാജകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്യാസി. എന്നിട്ട് ആ പീലോദകനോട് ഇങ്ങനെ പറഞ്ഞു: വച്ചായന, താങ്കൾ എവിടെ നിന്നാണ് ഈ ഉച്ചസമയത്ത് വരുന്നത്? ഞാനിപ്പോൾ ശ്രമണ ഗൗതമൻ്റെ അടുത്തു നിന്നാണ് വരുന്നത്. താങ്കൾ ശ്രമണ ഗൗതമൻ്റെ മേധാവിത്വത്തെപ്പറ്റി എന്താണ് ആലോചിക്കുന്നത്? അദ്ദേഹം പണ്ഡിതനാണോ? സുഹൃത്തെ, ശ്രമണ ഗൗതമൻ്റെ മേധാവിത്വത്തെപ്പറ്റി എനിക്ക് എങ്ങനെ ഒരു തീരുമാനത്തിലെത്താൻ സാധിക്കും? അദ്ദേഹത്തിൻ്റെ മേധാവിത്വത്തെ പരിശോധിക്കാൻ താങ്കൾ അദ്ദേഹത്തിൻ്റെ അതേ സമാന മേധാവിത്വം ഉണ്ടായിരിക്കണം. സുഹൃത്തെ വച്ചായന, താങ്കൾ ശ്രമണ ഗൗതമനെ പറ്റി വളരെയധികം പ്രശംസയാണ് പറയുന്നത്. സുഹൃത്തെ, ശ്രമണ ഗൗതമനെ പ്രശംസിക്കാൻ ഞാൻ ആരും അല്ല. ശ്രമണ ഗൗതമനെ പ്രശംസിക്കാൻ ലോകത്തിൽ ഏറ്റവും ഉയർന്ന മനുഷ്യരും അതേപോലെ തന്നെ ദേവന്മാരുമുണ്ട്. വച്ചായന, എന്തുകൊണ്ടാണ് താങ്കൾ ശ്രമണ ഗൗതമനോട് ഇത്രയധികം ഭക്തി കാണിക്കുന്നത്? അതിൻ്റെ കാരണം എന്താണ്? ഇങ്ങനെ വിചാരിക്കുക, ഒരു ആനയെ തേടി കണ്ടുപിടിക്കുന്ന ഒരു വ്യക്തി കൊമ്പനാനകൾ താമസിക്കുന്ന ഒരു കാട്ടിലേക്ക് പോവുകയാണ് എന്ന് കരുതുക. അവിടെ ആ വ്യക്തി ഒരു ആനയുടെ വലിയ ഒരു കാലിൻ്റെ അടയാളം കാണുകയാണ്, വളരെ വലുതും വിസ്താരമേറിയതും. അപ്പോൾ ആ വ്യക്തി ഈ നിഗമനത്തിൽ എത്തും: ഇത് തീർച്ചയായിട്ടും ഒരു കൊമ്പനാനയുടെ കാലിൻ്റെ അടയാളമാണ്. ഈ പ്രകാരം ഞാൻ ശ്രമണ ഗൗതമൻ്റെ 4 കാലിൻ്റെ അടയാളം കണ്ടു. അതുകൊണ്ടാണ് ഞാൻ ഈ നിഗമനത്തിലെത്തിയത്. ഭഗവാൻ സമ്മ സംബുദ്ധനാണ്. ഭഗവാന്റെ ധർമ്മം വളരെ വ്യക്തമായിട്ട് വ്യാഖ്യാനിക്കപ്പെട്ടതാണ്. ഭഗവാന്റെ സംഘം നല്ല രീതിയിലാണ് അഭ്യസിക്കുന്നത്. ആ 4 എന്താണ്? ആദ്യമായിട്ട് ഞാൻ ഒരു ക്ഷത്രിയ പണ്ഡിതനെ കാണുന്നു. ആ വ്യക്തി വളരെ നിപുണനാണ്, മറ്റുള്ളവരുടെ തത്വശാസ്ത്രത്തിൽ വിദഗ്ധനാണ്, തലനാരിഴ കീറി പരിശോധിക്കുന്നവനാണ്, മറ്റുള്ളവരുടെ ദർശനങ്ങളെ സ്വന്തം ബുദ്ധിയാൽ ഖണ്ഡിക്കുന്നവരാണ് അവർ. അവർ ഇങ്ങനെ കേൾക്കുന്നു: ശ്രമണ ഗൗതമൻ ഈ ഗ്രാമത്തിൽ അല്ലെങ്കിൽ ഈ പട്ടണത്തിൽ വരുന്നതാണ്. അപ്പോൾ അവർ ഒരു ചോദ്യം തയ്യാറാക്കുന്നു. എന്നിട്ട് ഇങ്ങനെ വിചാരിക്കുന്നു: നമ്മൾ ശ്രമണ ഗൗതമനെ ഇങ്ങനെ സമീപിച്ചതിന് ശേഷം ഈ ചോദ്യം ചോദിക്കും. അദ്ദേഹം ഈ രീതിയിൽ ഇതിന് ഉത്തരം തരികയാണെങ്കിൽ നമ്മൾ ഈ രീതിയിൽ ആ ഉത്തരത്തെ ഖണ്ഡിക്കും. അദ്ദേഹം ആ രീതിയിൽ ഉത്തരം തരികയാണെങ്കിൽ നമ്മൾ ഇപ്രകാരം അതിനെ ഖണ്ഡിക്കും. അപ്പോൾ അവർ കേൾക്കുന്നു ശ്രമണ ഗൗതമൻ ഇന്ന ഗ്രാമത്തിൽ ഇന്ന പട്ടണത്തിൽ വന്നു എന്ന്. അപ്പോൾ അവർ അദ്ദേഹത്തെ സമീപിക്കുന്നു. അപ്പോൾ ശ്രമണ ഗൗതമൻ ഒരു ധർമ്മകഥയാൽ അവരെ പഠിപ്പിക്കുന്നു, അവരെ പ്രേരിപ്പിക്കുന്നു, ധൈര്യം കൊടുക്കുന്നു, അവർക്ക് ഉത്സാഹം കൊടുക്കുന്നു. അവർക്ക് ശ്രമണ ഗൗതമനോട് ചോദ്യം ചോദിക്കാനേ സാധിക്കില്ല. പിന്നെങ്ങനെയാണ് അവർക്ക് അദ്ദേഹത്തിൻ്റെ ഉത്തരത്തെ ഖണ്ഡിക്കാൻ സാധിക്കുക? അതിന് വിപരീതമായിട്ട് അവർ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരാകുകയാണ് ചെയ്യുന്നത്. ശ്രമണ ഗൗതമൻ്റെ ആദ്യത്തെ ഈ കാലടയാളത്തെ കണ്ടപ്പോൾ ഞാൻ ഈ നിഗമനത്തിലെത്തി: ഭഗവാൻ സമ്മ സംബുദ്ധനാണ്. ഭഗവാന്റെ ധർമ്മം ശരിയായിട്ടുള്ള രീതിയിൽ വ്യാഖ്യാനിക്കപ്പെട്ടതാണ്. സംഘം നല്ല രീതിയിൽ തന്നെയാണ് അഭ്യസിക്കുന്നത്. അതേപോലെ തന്നെ ഞാൻ ചില ബ്രാഹ്മണ പണ്ഡിതന്മാരെ കാണുന്നു, അതേപോലെ തന്നെ ഗൃഹസ്ഥ പണ്ഡിതന്മാരെ കാണുന്നു, ശ്രമണ പണ്ഡിതന്മാരെ കാണുന്നു. അവർ വളരെ മേധാവികളാണ്,
ബുദ്ധിമാന്മാരാണ്, മറ്റുള്ളവരുടെ തത്വശാസ്ത്രങ്ങളിൽ വിദഗ്ധരാണ്, തലനാരിഴ കീറി പരിശോധിക്കുന്നവരാണ്, മറ്റുള്ളവരുടെ ദർശനങ്ങളെ, അവരുടെ വിശ്വാസത്തെ ഖണ്ഡിക്കുന്നതിൽ വിദഗ്ധരാണ്. അവർ ഇങ്ങനെ കേൾക്കുന്നു, ശ്രമണ ഗൗതമൻ ഇന്ന ഗ്രാമത്തിൽ ഇന്ന പട്ടണത്തിൽ വരുന്നതാണ്. അപ്പോൾ അവർ ഇങ്ങനെ ഒരു ചോദ്യം തയ്യാറാക്കുന്നു. എന്നിട്ട് ഇങ്ങനെ ചിന്തിക്കുന്നു, നമ്മൾ ശ്രമണ ഗൗതമനെ സമീപിക്കുന്നു, അതിനുശേഷം നമ്മൾ ഈ ചോദ്യം ചോദിക്കും. അദ്ദേഹം അതിന് ഈ രീതിയിൽ ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനെ ആ രീതിയിൽ ഖണ്ഡിക്കും. അദ്ദേഹം അതിന് ആ രീതിയിൽ ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനെ ഈ രീതിയിൽ ഖണ്ഡിക്കും. അപ്പോൾ അവർ കേൾക്കുന്നു, അദ്ദേഹം ഇന്ന ഗ്രാമത്തിൽ ഇന്ന പട്ടണത്തിൽ വന്നിട്ടുണ്ട് എന്ന്. അപ്പോൾ അവർ അദ്ദേഹത്തെ സമീപിക്കുന്നു. ശ്രമണ ഗൗതമൻ അവരെ ഒരു ധർമ്മകഥയാൽ ഉപദേശം കൊടുക്കുന്നു, അവർക്ക് പ്രേരണ കൊടുക്കുന്നു, ഉത്സാഹം കൊടുക്കുന്നു, ധൈര്യം കൊടുക്കുന്നു. ആ സമയത്ത് അവർക്ക് ചോദ്യങ്ങൾ ചോദിക്കാനേ സാധിക്കില്ല. പിന്നെ എങ്ങനെയാണ് അവർക്ക് ഉത്തരത്തെ ഖണ്ഡിക്കാൻ സാധിക്കുക? മറിച്ച് അവർ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരാകുകയാണ് ചെയ്യുന്നത്. മറിച്ച് അവർ ശ്രമണ ഗൗതമനോട് തങ്ങളെ സന്യാസിയാക്കാനാണ് അപേക്ഷിക്കുന്നത്. അപ്പോൾ ശ്രമണ ഗൗതമൻ അവർക്ക് പ്രവജ്യ അല്ലെങ്കിൽ സന്യാസം നൽകും. അങ്ങനെ പ്രവജ്യ അവർ നേടിയതിന് ശേഷം അവർ നിർജ്ജന സ്ഥലത്ത് ജീവിക്കുന്നു. ജാഗ്രതയോടെ, ശുഷ്കാന്തിയോടെ, ദൃഢനിശ്ചയത്തോടെ. അപ്പോൾ അവർ ഈ ജീവിതത്തിൽ തന്നെ ആധ്യാത്മിക ജീവിതത്തിൻ്റെ ഉയർന്ന അനുഭവം അവർക്ക് ഉണ്ടാകുന്നു. ഒരു കുലപുത്രൻ എന്തിനു വേണ്ടിയാണോ ഗൃഹസ്ഥ ജീവിതത്തിൽ നിന്ന് സന്യസിച്ച് ഭിക്ഷുവാകുന്നത്, ആ സത്യത്തെ അവർ സ്വന്തം ഉള്ളിൽ ദർശനം ചെയ്ത് മനസ്സിലാക്കി വിഹരിക്കുന്നു. അവർ ഇങ്ങനെ പറയുന്നു, ഞങ്ങൾക്ക് ഞങ്ങളെ തന്നെ നഷ്ടമായി, ഞങ്ങൾ മിക്കവാറും ഇല്ലാതായി. എന്തെന്നാൽ ഞങ്ങൾ ഇങ്ങനെ ഞങ്ങളെ കരുതിയിരുന്നു, ഞങ്ങൾ ശ്രമണന്മാരാണ്, ബ്രാഹ്മണന്മാരാണ്, അർഹന്തന്മാരാണ് എന്ന്. എന്നാൽ ഞങ്ങൾ ഇതൊന്നുമല്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ ഞങ്ങൾ സത്യമായിട്ടും ശ്രമണന്മാരാണ്, ബ്രാഹ്മണന്മാരാണ്, അർഹന്തന്മാരാണ്. ഞാൻ ഭഗവാന്റെ ഈ 4ാമത്തെ പദചിഹ്നം കണ്ടപ്പോഴാണ് ഞാൻ ഈ നിഗമനത്തിലെത്തിയത്. ഭഗവാൻ സമ്യക് സമ്പുദ്ധനാണ്. ഭഗവാന്റെ ധർമ്മം ശരിയായിട്ട് വ്യാഖ്യാനിക്കപ്പെട്ടതാണ്. സംഘ ശരിയായിട്ടുള്ള രീതിയിലാണ് അഭ്യസിക്കുന്നത്. ഈ അഭ്യസിക്കുന്ന ശ്രമണന്മാർ ഞങ്ങൾക്ക് ഞങ്ങളെ തന്നെ നഷ്ടമായി, ഞങ്ങൾ ഇല്ലാതായി എന്ന് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്നത് അവർ അവരുടെ ഉള്ളിൽ നോക്കുന്ന സമയത്ത് ശരീരത്തിലോ മനസ്സിലോ എൻ്റെ എന്ന് പറയുന്ന ഒരു സാധനവും അവർക്ക് കാണാൻ സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് അവർ തങ്ങളെ സ്വയം നഷ്ടമായി എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പരിപൂർണമായിട്ടും ഇല്ലാതായി എന്ന് പറയുന്നത് 5 സ്കന്ധങ്ങളിലും ഞാൻ എൻ്റെ എന്ന് പറയാൻ ഒന്നും തന്നെ ഇല്ല, ശരീരത്തിലും മനസ്സിലും. അതുകൊണ്ടാണ് അവർ തങ്ങളെ തന്നെ പരിപൂർണമായും നഷ്ടമായി എന്ന് പറയുന്നത്. ശ്രമണ ഗൗതമൻ്റെ ഈ 4 കാൽപാദങ്ങൾ കണ്ടതുകൊണ്ടാണ് ഞാൻ ഈ നിഗമനത്തിൽ എത്തിയത്. ഭഗവാൻ സമ്യക് സമ്പുദ്ധനാണ്. ഭഗവാന്റെ ധർമ്മം ശരിയായിട്ടുള്ള രീതിയിൽ വിവരിക്കപ്പെട്ടതാണ്. സംഘ ശരിയായിട്ടുള്ള രീതിയിൽ തന്നെയാണ് അഭ്യസിക്കുന്നത്. സംഘം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധൻ്റെ ശിഷ്യഗണങ്ങളെയാണ് സംഘം എന്ന് പറയുന്നത്. ആ പരിവ്രാജകൻ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ജാനുസോണി തൻ്റെ രഥത്തിൽ നിന്ന് ഇറങ്ങി അദ്ദേഹത്തിൻ്റെ വസ്ത്രം ഒരു തോളിൽ ഒതുക്കി വെച്ചു. എന്നിട്ട് ബുദ്ധൻ ഇരിക്കുന്ന ദിശയിൽ തൻ്റെ കൈകൾ കൂപ്പി നമസ്കരിക്കുന്നു. എന്നിട്ട് തൻ്റെ ഹൃദയത്തിൽ തട്ടിയ ഉദാനം 3 തവണ ആവർത്തിക്കുന്നു. ഉദാനം എന്ന് പറയുന്ന സമയത്ത് സ്വയം ഉള്ളിൽ നിന്ന് വരുന്ന ഗാഥ എന്നർത്ഥം. നമോ തസ്സ ഭഗവതോ അർഹതോ സമ്മാ സംബുദ്ധസ്സ. നമോ തസ്സ ഭഗവതോ അർഹതോ സമ്മാ സംബുദ്ധസ്സ. നമോ തസ്സ ഭഗവതോ അർഹതോ സമ്മാ സംബുദ്ധസ്സാദി. ആ അർഹന്തനായിട്ടുള്ള സമ്മാ സംബുദ്ധനായിട്ടുള്ള ആ ഭഗവാന് നമസ്കാരം. അർഹന്തൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുക്തിയുടെ 4ാമത്തെ അവസ്ഥ, അന്തിമ അവസ്ഥ എത്തിയ ഒരു വ്യക്തി. അദ്ദേഹത്തിന് വീണ്ടും പുനർജന്മം ഉണ്ടാകില്ല. സമ്മ സംബുദ്ധൻ എന്ന വാക്കിൻ്റെ അർത്ഥം പരിപൂർണമായും സ്വയം ബുദ്ധനായിട്ടുള്ള വ്യക്തി. അപ്പോൾ ജാനുസോണി ഇങ്ങനെ പറഞ്ഞു, തീർച്ചയായിട്ടും ഒരിക്കൽ ഞാൻ ശ്രമണ ഗൗതമനെ കാണും. അതിനുശേഷം നമ്മൾക്ക്
ഈ കാര്യത്തെപ്പറ്റി ചർച്ച ചെയ്യാം. അതിനുശേഷം ബ്രാഹ്മണൻ ജാനുസോണി ഭഗവാന്റെ അടുത്ത് പോയി. എന്നിട്ട് അദ്ദേഹത്തെ വന്ദിച്ചു. വന്ദനവും കുശലപ്രശ്നവും കഴിഞ്ഞതിന് ശേഷം ജാനുസോണി ഒരു വശത്ത് ഇരുന്നു. അതിനുശേഷം പരിവ്രാജകൻ പിലോതിക പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ ഭഗവാനെ പറഞ്ഞു കേൾപ്പിച്ചു. ജാനുസോണിയും ആ പരിവ്രാജകനും തമ്മിലുള്ള ചർച്ച ഭഗവാനെ കേൾപ്പിച്ചു. ജാനുസോണി അങ്ങനെ പറഞ്ഞപ്പോൾ ഭഗവാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇവിടെ ഭഗവാൻ എന്ന വാക്കിൻ്റെ അർത്ഥം രാഗം, ദ്വേഷം, മോഹം പരിപൂർണമായിട്ടും നീങ്ങിയ വ്യക്തി എന്നാണ്. ബ്രാഹ്മൺ, ആനയുടെ കാലടയാളത്തെ പറ്റിയുള്ള ഉപമ ഇനിയും പൂർത്തിയായിട്ടില്ല. ആ ആനയുടെ കാൽപാദത്തിൻ്റെ അടയാളം എങ്ങനെയാണ് പൂർത്തിയാകുന്നത് എന്ന് വിശദമായിട്ട് ഞാൻ വിവരിച്ചു തരാം. ശ്രദ്ധിക്കുക, മനസ്സിനെ ഇതിൽ തന്നെ നിർത്തുക. ഞാൻ പറയാം. ശരി ബന്ദേ എന്ന് പറഞ്ഞ് ജാനുസോണി ഉത്തരം കൊടുത്തു. ഭഗവാൻ ഇപ്രകാരം പറഞ്ഞു, കൊമ്പനാനകളെ കണ്ടുപിടിക്കാൻ വൈദഗ്ധ്യമുള്ള ഒരു വ്യക്തി കൊമ്പനാനകളുടെ വനത്തിലേക്ക് കയറുന്നു എന്ന് കരുതുക. ആ സമയത്ത് ആനയുടെ കാൽപാദങ്ങൾ നോക്കി ആനയെ പിന്തുടർന്ന് കണ്ടുപിടിക്കാൻ വൈദഗ്ധ്യമുള്ള ആൾക്കാർ ഉണ്ടായിരുന്നു. ആന എവിടെ ഒളിച്ചിരുന്നു കഴിഞ്ഞാലും കണ്ടുപിടിക്കാൻ അവർക്ക് പ്രത്യേക വൈദഗ്ധ്യമുണ്ട്. അങ്ങനെ വനത്തിൽ അവർ പ്രവേശിക്കുന്ന സമയത്ത് ഒരു വലിയ ആനയുടെ കാലടയാളം അവർ കാണും. നല്ല നീളവും വീതിയും ഉള്ള കാലടയാളമായിരിക്കും. എന്നാൽ കഴിവുള്ള ആനയെ കണ്ടുപിടിക്കുന്ന ആ വ്യക്തി ഇത് ഒരു കൊമ്പനാനയാണ് എന്ന നിഗമനത്തിൽ എത്തില്ല. അത് എന്തുകൊണ്ടാണ്? എന്തെന്നാൽ ആന താമസിക്കുന്ന വനത്തിൽ കൊള്ളികളായിട്ടുള്ള പിടിയാനകൾ ഉണ്ടായിരിക്കും. അവരുടെയും കാലടയാളം ഇതേപോലെ തന്നെ വലുതായിരിക്കും. അതിനാൽ ഈ കാലടയാളം ഏതെങ്കിലും കൊള്ളികളായിട്ടുള്ള പിടിയാനയുടേതായിരിക്കും. അവർ അതേ അടയാളത്തെ പിന്തുടർന്ന് പോകുന്നു. അപ്പോൾ വീണ്ടും അവർ വലിയൊരു കാലടയാളം കാണുന്നു, വളരെ വലുതും വിസ്താരമേറിയതും. അതിൻ്റെയും പിന്നാലെ പോകുന്നു. എന്നാലും കഴിവുള്ള ആനയെ കണ്ടുപിടിക്കുന്ന ആ വ്യക്തി ഇത് കൊമ്പനാനയുടെ കാൽപ്പാടാണ് എന്ന നിഗമനത്തിൽ എത്തുന്നില്ല. അത് എന്തുകൊണ്ടാണ്? എന്തെന്നാൽ ആനകളുള്ള ആ മഹാവനത്തിൽ ഉയരം കൂടിയ പിടിയാനകൾ ഉണ്ടാകും. അവർക്കും ഇതുപോലെ വലിയ പാദം ഉണ്ടായിരിക്കും. അവർക്കും ഇതേപോലെ തന്നെ വലിയ കാലടയാളമാണ് ഉണ്ടായിരിക്കുക. അതിനാൽ ഈ കാലടയാളം ആ ആനകളുടേതായിരിക്കാം. അവർ അതിനെയും പിന്തുടർന്ന് പോകുന്നു. അപ്പോൾ വീണ്ടും അവർ വലിയൊരു കാലടയാളം കാണുന്നു, വളരെ നീളമുള്ളതും പരന്നതുമാണ്. അവിടെ കൊമ്പുകൊണ്ട് കുത്തിയ അടയാളവും അവർ കാണുന്നു. അതിനെ പിന്തുടർന്ന് അവർ പോകുന്നു. കഴിവുള്ള ആനയെ കണ്ടുപിടിക്കുന്ന ഒരു വ്യക്തി അപ്പോഴും ഇത് കൊമ്പനാനയാണ് എന്ന നിഗമനത്തിൽ എത്തുന്നില്ല. അത് എന്തുകൊണ്ടാണ്? എന്തെന്നാൽ ആനകൾ ഉള്ള ആ വനത്തിൽ വലിയ കണേരുക എന്നു പേരുള്ള പിടിയാനകൾ ഉണ്ടാകും. അവരുടെയും കാലിൻ്റെ അടയാളം ഇതേപോലെ തന്നെ വലുതായിരിക്കും. അതിനാൽ ഈ കാലടയാളം ഈ കനേരുക എന്ന് പറയുന്ന പിടിയാനകളുടേതായിരിക്കും. അവർ അതേ പാതയിൽ മുന്നോട്ട് പോകുന്നു. അപ്പോൾ അവർ വീണ്ടും ഒരു വലിയ കാലടയാളം കാണുന്നു, വളരെ വലുതും വിസ്താരമേറിയതും. അതുകൂടാതെ കൊമ്പ് കുത്തിയ അടയാളം അവർ കാണുന്നു. മരത്തിൽ ഒടിഞ്ഞ ശിഖരങ്ങളും അവർ കാണുന്നു. അപ്പോൾ അവർ ഏതെങ്കിലും വൃക്ഷച്ചുവട്ടിൽ അല്ലെങ്കിൽ തുറന്ന സ്ഥലത്ത് ഒരു വലിയ കൊമ്പനാനയെ കാണുന്നു. അത് നടക്കുകയായിരിക്കാം, നിൽക്കുകയായിരിക്കാം, ഇരിക്കുകയായിരിക്കാം, അല്ലെങ്കിൽ കിടക്കുകയായിരിക്കാം. അപ്പോൾ അവർ ഈ നിഗമനത്തിലെത്തും, ഇത് തന്നെയാണ് ആ വലിയ കൊമ്പനാന. ഏവമേവ ഖോ ബ്രാഹ്മണ ഇത തഥാഗതോ ലോകേ ഉപജ്ജതി അർഹം സമ്മാ സംബുദ്ധോ വിദ്യാചരണ സമ്പന്നോ സുഗതോ ലോകവിദു അനുത്തരോ പുരുഷധമ്മസാരഥി सत्ता देव मनुस्सानम बुद्धो भगवा. इस प्रकार ब्राह्मण തഥാഗതൻ ലോകത്തിൽ ഉണ്ടാകുന്നു, അർഹന്തനാണ്, സമ്മാസംബുദ്ധനാണ്, വിദ്യയിലും ആചരണത്തിലും സമ്പന്നനാണ്, ശരിയായിട്ടുള്ള രീതിയിൽ അഭ്യസിച്ചവനാണ്,
ലോകത്തെ അറിയുന്നവനാണ്, ആൾക്കാരെ അഭ്യസിപ്പിക്കുന്നതിൽ നിപുണനാണ്, ദേവന്മാരുടെയും മനുഷ്യന്മാരുടെയും ശാസ്താവാണ്, ബുദ്ധനാണ്, ഭഗവാനാണ്. അദ്ദേഹം ഈ ലോകത്തെ ശ്രമണന്മാരെയും ബ്രാഹ്മണന്മാരെയും ദേവന്മാരെയും മാരന്മാരെയും ബ്രഹ്മന്മാരെയും ശ്രമണ ബ്രാഹ്മണന്മാരെയും ദേവന്മാരെയും മനുഷ്യന്മാരെയും വളരെ നന്നായിട്ട് അറിയുന്നു. എന്നിട്ട് കാര്യങ്ങൾ വ്യക്തമാക്കി കൊടുക്കുന്നു. അദ്ദേഹം പഠിപ്പിക്കുന്ന ധർമ്മം തുടക്കത്തിൽ മംഗളകരമാണ്, ഇടയ്ക്കും മംഗളകരമാണ്, അവസാനവും മംഗളകരമാണ്, അർത്ഥവത്താണ്, വളരെ നല്ല രീതിയിൽ പറഞ്ഞിട്ടുള്ളതാണ്. പരിപൂർണമായതും പരിശുദ്ധവുമായിട്ടുള്ള ഒരു പാതയാണ് അദ്ദേഹം തുറന്നു കാണിക്കുന്നത്. ഒരു ഗൃഹസ്ഥൻ അല്ലെങ്കിൽ ഒരു ഗൃഹസ്ഥൻ്റെ പുത്രൻ അല്ലെങ്കിൽ ഏതെങ്കിലും നല്ല കുലത്തിൽ പിറന്ന ഒരു വ്യക്തി ആ ധർമ്മത്തെ ശ്രവിക്കുന്നു. ആ ധർമ്മത്തെ ശ്രവിക്കുന്ന സമയത്ത് തഥാഗതനിൽ ശ്രദ്ധ ഉൽപ്പന്നമാകുന്നു. ഇവിടെ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ആദ്യം നമ്മൾ ഭഗവാന്റെ വചനങ്ങളെ ശ്രവിക്കുന്ന സമയത്ത് നമ്മൾക്ക് ശ്രദ്ധ ഉണ്ടാകുന്നു. ഈ ശ്രദ്ധയാണ് ഒരു ഇന്ദ്രിയം എന്ന് പറയുന്നത്, ബലം എന്ന് പറയുന്നത്. ഈ ശ്രദ്ധയിൽ ഊന്നിയാണ് ബാക്കിയുള്ള ഇന്ദ്രിയങ്ങൾ അല്ലെങ്കിൽ ബലങ്ങളെല്ലാം നമ്മളുടെ കൂടുന്നത്. അങ്ങനെയാണ് നമ്മൾ അഭ്യസിക്കാൻ തുടങ്ങുന്നത്. അങ്ങനെയാണ് മുക്തി, മോക്ഷം നമ്മൾക്ക് ലഭിക്കുന്നത്. പക്ഷേ ശ്രദ്ധ തന്നെ ഇല്ലെങ്കിൽ നമ്മൾ ഒട്ടും തന്നെ മുന്നേറില്ല. അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത് ശ്രദ്ധ ഒരു ബലമാണ്. അങ്ങനെ ഭഗവാനിൽ ശ്രദ്ധയുണ്ടാകുന്ന സമയത്ത് അവർ ഇങ്ങനെ ചിന്തിക്കുന്നു. ഗൃഹസ്ഥ ജീവിതം എന്നത് ഒരുപാട് തടസ്സങ്ങളും അതേപോലെ തന്നെ കളങ്കങ്ങളും ഉള്ളതാണ്. എന്നാൽ ഭിക്ഷു ജീവിതം സ്വതന്ത്രമായിട്ടുള്ള ജീവിതമാണ്. ഗൃഹസ്ഥനായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ശംഖ് പോലെ വെളുത്ത അല്ലെങ്കിൽ ശുഭ്രമായിട്ടുള്ള പരിശുദ്ധമായിട്ടുള്ള ബ്രഹ്മചര്യ ജീവിതം നയിക്കുക എന്നത് വളരെ ദുഷ്കരകരമായിട്ടുള്ള കാര്യമാണ്. എന്തുകൊണ്ട് ഞാൻ മുടിയും താടിയും വടിച്ച് കഷായ വസ്ത്രം ധരിച്ച് ഗൃഹസ്ഥ ജീവിതത്തിൽ നിന്ന് സന്യാസ ജീവിതത്തിലേക്ക് പോകുന്നില്ല? അങ്ങനെ കുറച്ച് സമയങ്ങൾക്ക് ശേഷം അവർ തങ്ങളുടെ വലിയ അല്ലെങ്കിൽ ചെറിയ സമ്പത്തിനെ ഉപേക്ഷിക്കുന്നു. വലിയ അല്ലെങ്കിൽ ചെറിയ ഒരു കുടുംബത്തെ, ആ കുടുംബ ബന്ധങ്ങളെ ഉപേക്ഷിക്കുന്നു. മുടിയും താടിയും വടിച്ചതിന് ശേഷം അവർ കാഷായ വസ്ത്രം ധരിക്കുന്നു. എന്നിട്ട് ഗൃഹസ്ഥ ജീവിതത്തിൽ നിന്ന് സന്യാസ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നു, ഭിക്ഷു ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നു. ഭിക്ഷു ജീവിതം ആരംഭിച്ചതിന് ശേഷം ആ ഭിക്ഷുജീവൻ്റെ അഭ്യാസം അവർ ചെയ്യുന്നു. അതേപോലെ തന്നെ ഭിക്ഷു ജീവിതത്തിൻ്റെ ആജീവിക അല്ലെങ്കിൽ ജീവിക്കാനുള്ള മാർഗം അവർ പിന്തുടരുന്നു. അതായത് ഭിക്ഷാടനത്താലാണ് ഒരു ഭിക്ഷു ജീവിക്കേണ്ടത്. അതാണ് ഇവിടെ ആ ഭിക്ഷുവിൻ്റെ ആജീവിക അല്ലെങ്കിൽ ജീവിതമാർഗം എന്ന് പറയുന്നത്. അവർ ജീവികളെ കൊല്ലുന്നത് ഒഴിവാക്കുന്നു, വടിയും വാളും ഒഴിവാക്കുന്നു, വിവേകത്തോടെ ദയയോടെ അവർ ജീവിക്കുന്നു. എല്ലാ പ്രാണികളോടും അവർക്ക് അനുകമ്പ അല്ലെങ്കിൽ ദയ ഉണ്ടാകുന്നു. അവർ മോഷണം ഉപയോഗിക്കുന്നു. അവർക്ക് കൊടുത്തത് മാത്രമേ അവർ എടുക്കുകയുള്ളൂ. അവർക്ക് കിട്ടുന്നത് മാത്രമേ അവർ ആഗ്രഹിക്കുകയുള്ളൂ. മോഷണം നടത്താതെ അവർ തങ്ങളെ തന്നെ പവിത്രമായിട്ട് സൂക്ഷിക്കുന്നു. അവർ വ്യഭിചാരം ഉപേക്ഷിക്കുന്നു. അവർ ബ്രഹ്മചാരികളാണ്. ശാരീരിക സംബന്ധം അല്ലെങ്കിൽ മൈഥുനം അവർ പരിപൂർണമായിട്ടും ഉപേക്ഷിക്കുന്നു. അവർ നുണ പറയുന്നത് ഒഴിവാക്കുന്നു. അവർ സത്യം മാത്രം പറയുന്നു, സത്യത്തോട് ചേർന്ന് നിൽക്കുന്നു. അവർ സത്യസന്ധന്മാരാണ്, വിശ്വസിക്കാവുന്നവരാണ്. അവർ തങ്ങളുടെ വാക്കുകൾ കൊണ്ട് ഈ ലോകത്തെ ഒരിക്കലും വഞ്ചിക്കില്ല. അവർ ഏഷണിയെ ഉപേക്ഷിക്കുന്നു. ഒരിടത്തുനിന്ന് കേട്ട വാർത്തകൾ മറ്റൊരിടത്ത് കൊണ്ടുപോയി കൊടുത്ത് അവർ ആൾക്കാരെ ഭിന്നിപ്പിക്കുന്നില്ല, പരസ്പരം തമ്മിൽ അടുപ്പിക്കുന്നില്ല. എന്നാൽ പിരിഞ്ഞിരിക്കുന്ന ആൾക്കാരെ ഒന്നിപ്പിക്കുകയാണ് അവർ ചെയ്യുന്നത്. ഏകത്വത്തെ അവർ സമർത്ഥിക്കുന്നു. ഒത്തൊരുമിച്ച് പോകുന്നതിൽ അവർ ആനന്ദിക്കുന്നു. ഏകത്വത്തെ അവർ സ്നേഹിക്കുന്നു. ഏകത്വത്തിന് സഹായകമായിട്ടുള്ള വാക്കുകളെ അവർ പറയുന്നു. അതായത് ആൾക്കാരെ ഭിന്നിപ്പിക്കാനല്ല, ഒരുമിപ്പിക്കാനാണ് അവർ ശ്രമിക്കുക.
അവർ കടുത്ത പരുഷവചനങ്ങൾ ഒഴിവാക്കുന്നു. വളരെ മൃദുവായിട്ടുള്ള ഭാഷയിലും അതേപോലെ തന്നെ കാതിന് പ്രിയങ്കരമായിട്ടുള്ള ഭാഷയിലും ആയിരിക്കും അവർ സംസാരിക്കുക. സ്നേഹമുള്ള, ഹൃദയത്തിൽ പോകുന്ന, മര്യാദയുള്ള, ഇഷ്ടമുള്ള, ആൾക്കാർക്ക് യോജിക്കുന്ന കാര്യങ്ങൾ മാത്രമായിരിക്കും അവർ സംസാരിക്കുക. ആവശ്യമില്ലാത്ത സംസാരം അവർ ഒഴിവാക്കുന്നു. ചില ആൾക്കാരുണ്ട് സമയം കളയാൻ വേണ്ടി സംസാരിക്കുന്നവർ. അവരെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത്. നിരർത്ഥക ഭാഷണം അവർ ഒഴിവാക്കുന്നു. അവരുടെ സംഭാഷണം സമയാനുസൃതമാണ്, സത്യമാണ്, അർത്ഥവത്തുള്ളതാണ്. അത് ധർമ്മത്തിനും വിനയത്തിനും യോജിച്ചതായിരിക്കും. ശരിയായിട്ടുള്ള സമയത്ത് മാത്രമേ അവർ സംസാരിക്കുകയുള്ളൂ. സംസാരിക്കുന്നത് വളരെ വിലയുള്ളതായിരിക്കും, അർത്ഥവത്തായിരിക്കും, ചുരുക്കി പറയുന്നതായിരിക്കും. അതുകൂടാതെ ഉപകാരപ്രദവുമായിരിക്കും. അവർ സസ്യങ്ങളെയും വിത്തുകളെയും ദ്രോഹിക്കുന്നില്ല, അല്ലെങ്കിൽ അതിന് ഹാനി വരുത്തുന്നില്ല. ഭിക്ഷുക്കൾക്ക് ഇതൊരു നിയമമാണ്. അതായത് വിത്തുകളുള്ള പഴങ്ങളെ അവർ മുറിച്ച് കഴിക്കാറില്ല. മറ്റുള്ളവർ മുറിച്ചു കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ അവർ അത് കഴിക്കൂ. കാരണം അതവരുടെ ഒരു നിയമമാണ്, വിനയമാണ്. വിനയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമം എന്നാണ് അർത്ഥം. ഭിക്ഷുക്കൾ പാലിക്കേണ്ട നിയമങ്ങൾ. അവർ ദിവസത്തിൽ ഒരിക്കൽ മാത്രമേ കഴിക്കുകയുള്ളൂ. ഭക്ഷണം ഒരു നേരം മാത്രമേ കഴിക്കുകയുള്ളൂ. രാത്രി അവർ ഒരിക്കലും ഭക്ഷണം കഴിക്കില്ല. അതുകൂടാതെ തെറ്റായ സമയത്തും അവർ ഭക്ഷണം കഴിക്കില്ല. തെറ്റായ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് 12 മണിക്ക് ശേഷം അവർ ഭക്ഷണം കഴിക്കില്ല എന്നാണ് ഇവിടെ പറയുന്നത്. ഈ ഒരു നേരത്തെ ഭക്ഷണം കൊണ്ട് തന്നെ നമ്മൾക്ക് ആരോഗ്യത്തോടു കൂടി ജീവിക്കാൻ സാധിക്കും. ഒരുപാട് അസുഖങ്ങളിൽപ്പെട്ട് വലയുന്ന വ്യക്തികൾ ഈ ഒരു ശീലം മാത്രം സ്വന്തമാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ആരോഗ്യത്തോടു കൂടി ജീവിക്കാൻ സാധിക്കും. അതുകൂടാതെ ആരോഗ്യമുള്ള ശരീരത്തിന് മാത്രമേ ധർമ്മം പരിശീലിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരു നേരത്തിലുള്ള ഭക്ഷണം അത് വളരെ ഗുണപ്രദമാണ്. അവർ മേളകൾ കാണാറില്ല, അതിലെ നൃത്തങ്ങൾ കാണാറില്ല, ഗാനങ്ങളും പാട്ടുകളും അവർ കേൾക്കാറില്ല. അതുകൂടാതെ അവർ പൂക്കളെ കൊണ്ടും സുഗന്ധദ്രവ്യങ്ങളെ കൊണ്ടും സൗന്ദര്യ സംവർദ്ധക വസ്തുക്കളെ ഉപയോഗിച്ചും തങ്ങളെ മോടി പിടിപ്പിക്കാറില്ല. അതുകൂടാതെ അവർ വളരെ ഉയർന്ന സുഖകരമായിട്ടുള്ള കിടക്കകൾ അവർ ഉപയോഗിക്കാറില്ല. അവർ എപ്പോഴും സ്വർണവും ധനവും ഒഴിവാക്കുന്നു. വേവിക്കാത്ത ധാന്യങ്ങൾ, വേവിക്കാത്ത ഇറച്ചി, ഇതെല്ലാം അവർ ഒഴിവാക്കുന്നു. അവർ സ്ത്രീകളെയും പെൺകുട്ടികളെയും സ്വീകരിക്കുന്നില്ല, അതിൽ നിന്ന് ഒഴിവായിട്ട് നിൽക്കുന്നു. ദാസന്മാരെയും ദാസിമാരെയും സ്വീകരിക്കുന്നില്ല, അവരെ അവർ ഒഴിവാക്കുന്നു. പണ്ടുകാലത്ത് മനുഷ്യക്കച്ചവടം, അടിമക്കച്ചവടം ഇതെല്ലാം നടന്നിരുന്നു. ആ സമയത്ത് സ്ത്രീകളെ, പെൺകുട്ടികളെ ബാക്കിയുള്ളവർ കൊടുക്കുമായിരുന്നു. അതേപോലെ തന്നെ അടിമകളാക്കി വേലക്കാരെ നിർത്തിയിരുന്നു, വേലക്കാരികളെ അടിമകളാക്കി നിർത്തിയിരുന്നു. അതെല്ലാം അവർ ഒഴിവാക്കുന്നു. ആടുകളെയും ചെമ്മരിയാടുകളെയും അവർ സ്വീകരിക്കുന്നില്ല. കോഴികളെയും പന്നികളെയും അവർ സ്വീകരിക്കുന്നില്ല. ആനകളെയും പശുക്കളെയും കുതിരകളെയും പെൺകുതിരകളെയും അവർ സ്വീകരിക്കുന്നില്ല. കൃഷിയിടവും അതേപോലെ തന്നെ ഭൂമിയും അവർ സ്വീകരിക്കുന്നില്ല. അവർ എഴുത്തുകളും സന്ദേശവും കൊടുക്കുന്ന ദൂതന്മാരായിട്ട് അവർ പ്രവർത്തിക്കുന്നില്ല. ക്രയവിക്രയം അവർ ചെയ്യുന്നില്ല, അതായത് ബിസിനസ് അവർ ചെയ്യുന്നില്ല. ഏതെങ്കിലും ഒരു സാധനം വാങ്ങിച്ചു എന്നിട്ട് അതിനെ ഉയർന്ന വിലയ്ക്ക് വിൽക്കുക, അങ്ങനെയുള്ള ബിസിനസ്സൊന്നും അവർ ചെയ്യുന്നില്ല. തൂക്കത്തെയോ അളവിനെയോ അതേപോലെ തന്നെ ലോഹങ്ങളെയോ അവർ തെറ്റായ രീതിയിൽ ഉപയോഗിക്കുന്നില്ല. ഇവിടെ പറയുന്നത് ചില ആൾക്കാരുണ്ട്, അവർ സാധനങ്ങൾ കൊടുക്കുന്ന സമയത്ത് തൂക്കത്തിൽ കമ്മിയാക്കും, അതേപോലെ തന്നെ അളവിൽ കമ്മിയാക്കും, അതിൽ മായം ചേർക്കും. പക്ഷേ ഈ ഭിക്ഷുക്കൾ അങ്ങനെ ഒന്നും ചെയ്യില്ല എന്നാണ് പറയുന്നത്. അതുകൂടാതെ അവർ കൈക്കൂലി വാങ്ങിക്കില്ല, തെറ്റായിട്ടുള്ള കാര്യം ചെയ്യില്ല, വഞ്ചിക്കില്ല, അനുകരിക്കില്ല. അവർ അംഗവിച്ഛേദം ഒഴിവാക്കുന്നു, കൊല ഒഴിവാക്കുന്നു, തട്ടിക്കൊണ്ടുപോകൽ ഒഴിവാക്കുന്നു, കൊള്ളയടിക്കൽ ഒഴിവാക്കുന്നു, അപഹരിക്കൽ ഒഴിവാക്കുന്നു, അതേപോലെ തന്നെ ലഹള അവർ ഒഴിവാക്കുന്നു. അവർ ശരീരത്തെ സംരക്ഷിക്കാൻ വസ്ത്രവും അതേപോലെ തന്നെ വയറിനു വേണ്ടി ഭിക്ഷാന്നവും മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ. അതിൽ അവർ തൃപ്തരാണ്.
അവർ എവിടെ പോകുന്ന സമയത്തും വസ്ത്രവും അതേപോലെ തന്നെ ഭിക്ഷാപാത്രവും മാത്രമേ അവർ എടുക്കുന്നുള്ളൂ. ഇവിടെ ഭഗവാൻ സന്തുഷ്ടി അതേപോലെ തന്നെ അൽപ്പിച്ച അതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അതായത് നമ്മൾ എത്ര കുറവ് ആഗ്രഹത്താൽ ജീവിക്കുന്നുവോ അത്രയും നല്ലത്. അതുകൂടാതെ എന്ത് നമ്മൾക്കുണ്ടോ അതിൽ നമ്മൾ തൃപ്തരായിരിക്കണം. അതാണ് ഇവിടെ പറയുന്നത്. അവർ പക്ഷികളെ പോലെയാണ്. അവർ എവിടെ പറക്കുന്ന സമയത്തും അവരുടെ ഭാരം എന്ന് പറയുന്നത് അവരുടെ ചിറകുകൾ മാത്രമാണ്. അതുപോലെ തന്നെ ഒരു ഭിക്ഷു തൻ്റെ ശരീരത്തിന് വേണ്ടി വസ്ത്രവും അതേപോലെ തന്നെ വയറിന് വേണ്ടി ഭിക്ഷാന്നവും മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അതിൽ അവർ തൃപ്തരാണ്. അവർ എവിടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാലും അവർ ഇത് 2 മാത്രമേ എടുക്കുന്നുള്ളൂ. ഇനി അടുത്ത കാര്യം വളരെ ശ്രദ്ധാപൂർവം കേൾക്കുക. സോ ഇമിന അരിയേന ശീലഖന്ധേന സമന്യാഗതോ അജ്ജത്തം അനവച്ഛ സുഖം പടിസംവേദേതി. അതിനാൽ ഇപ്രകാരമുള്ള ആര്യന്മാരുടെ ശീലങ്ങളെ അവർ പാലിക്കുന്ന സമയത്ത് അവരുടെ ഉള്ളിൽ അജ്ജത്തം അനവജ്ജ സുഖം, കളങ്കമില്ലാത്ത ഒരു സുഖം അവർ പടിസംവേദീതി, അവരുടെ ഉള്ളിൽ അവർ അനുഭവിക്കുന്നു. നമ്മൾ വളരെയധികം ശ്രദ്ധാപൂർവം കേൾക്കേണ്ട ഒരു കാര്യമാണ്. അതായത് നമ്മുടെ ഉള്ളിൽ ആ സുഖം ഉണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ചിത്തം എന്ന് പറയുന്നത്, മനസ്സ് എന്ന് പറയുന്നത് പബ്ബാസര ചിത്തം എന്നാണ് പറയുന്നത്. അതായത് മനസ്സിൻ്റെ മൂല സ്വഭാവം എന്ന് പറയുന്നത് പബ്ബാസരം അല്ലെങ്കിൽ പ്രകാശമയമാണ്. അതേപോലെ തന്നെ ശാന്തി സുഖമുള്ളതാണ്. അത് മനസ്സിൻ്റെ മൂല സ്വഭാവമാണ്. എന്നാൽ നമ്മൾ ഏതെല്ലാം സമയത്ത് തെറ്റായ കാര്യങ്ങൾ നമ്മൾ ശരീരം കൊണ്ടും വാക്കുകൊണ്ടും മനസ്സുകൊണ്ടും ചെയ്യുന്നുവോ അത് കളങ്കിതമാവുന്നു. അതിൽ അഴുക്കുകൾ വന്ന് നിറയുന്നു. അപ്പോൾ നമ്മൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളും മനപ്രയാസങ്ങളും ഉണ്ടാകും. എന്നാൽ ശരീരം കൊണ്ടും വാക്കുകൊണ്ടും മനസ്സും കൊണ്ടുമുള്ള എല്ലാ ദുഷ്പ്രവൃത്തികളും നമ്മൾ ഒഴിവാക്കുകയാണ് എന്ന് വിചാരിക്കുക. നമ്മൾ കൊല്ലുന്നില്ല, നുണ പറയുന്നില്ല, വ്യഭിചരിക്കുന്നില്ല, ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നില്ല, അങ്ങനെ ഒരു കാര്യവും നമ്മൾ ചെയ്യുന്നില്ല എങ്കിൽ ക്രമേണ ആ മനസ്സിൻ്റെ ശുദ്ധത നമ്മൾക്ക് തെളിഞ്ഞു വരുന്നു. അപ്പോൾ നമ്മൾക്ക് ഉള്ളിൽ ഒരു അനവജ്ജ സുഖം എന്ന് പറയുന്ന സമയത്ത് ആ സുഖത്തിനെ നമ്മൾക്ക് ഒരിക്കലും നിന്ദിക്കാൻ സാധിക്കില്ല. നിന്ദനീയമായിട്ടുള്ള സുഖമല്ല, ഒരു നല്ല സുഖമാണ് ഉള്ളിലുണ്ടാകുന്നത്. ഈ സുഖം നമ്മളുടെ മുന്നോട്ടുള്ള യാത്രയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം നമ്മുടെ ഉള്ളിൽ സുഖം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ മനസ്സ് ശാന്തമാകുകയുള്ളൂ, സമാധിസ്ഥമാകുകയുള്ളൂ. സമാധിസ്ഥമായി കഴിഞ്ഞാൽ മാത്രമേ നമ്മൾക്ക് പ്രജ്ഞ ലഭിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് പീതി, പ്രസദ്ധി തുടങ്ങിയവ ബോധ്യാംഗങ്ങൾ എന്ന് പറയുന്നത്. പീതി എന്ന് പറയുന്നത് മനസ്സിൻ്റെ സന്തോഷം, പ്രസദ്ധി എന്ന് പറയുന്നത് പ്രശാന്തത. ബുദ്ധൻ്റെ ശിക്ഷണം മുഴുവൻ ഇതിനാണ്, നമ്മൾ ഇന്ദ്രിയ സുഖങ്ങളെ ഒഴിവാക്കുക. കാരണം അത് എപ്പോഴും ദുഃഖത്തിന് കാരണമാണ്. 5 ഇന്ദ്രിയങ്ങളിലൂടെ നമ്മൾ അനുഭവിക്കുന്ന സുഖങ്ങൾ എല്ലായ്പ്പോഴും ദുഃഖത്തിന് കാരണമാണ്. പക്ഷേ ഈ രീതിയിൽ നമ്മൾ ശീലം പാലിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ധ്യാനം ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന സുഖം അനവജ്ജ സുഖം. അതായത് അതിനെ നമ്മൾക്ക് ഒരിക്കലും നിന്ദിക്കാൻ സാധിക്കില്ല. പുറത്തുനിന്ന് കിട്ടുന്നൊരു സുഖമല്ല അത്. ഇനി ഈ സുഖത്തിനെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വീണ്ടും മുന്നേറുന്നത്. ആദ്യം വളരെ വലിയ ഒരു സുഖമായിരിക്കും. പിന്നെ അതും ശാന്തമായി ടോട്ടലായിട്ട് നിരോധമാകുന്ന ഒരവസ്ഥ നമ്മൾക്ക് വരുന്നതാണ്. അതാണ് മുക്തി, മോക്ഷം എന്ന് പറയുന്നത്. എല്ലാം നിൽക്കുന്ന ഒരവസ്ഥ. അതിലേക്ക് പോകാൻ ഈ സുഖം വളരെ അത്യാവശ്യമാണ്. പക്ഷേ ഇതിൽ നമ്മൾ ഒരിക്കലും ആസക്തരാകരുത്. പക്ഷേ ഇതൊരു നല്ല ലക്ഷണമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ മുന്നോട്ട് പോയി മുക്തി നേടിക്കഴിഞ്ഞാൽ ഈ 5 സ്കന്ധങ്ങളിൽ എന്തെല്ലാം ഉണ്ടോ അതിനെല്ലാം നമ്മൾ ഉപേക്ഷിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഒന്നിലും ആസക്തരാകുന്നില്ല. പക്ഷേ ആ വഴിക്ക് ഈ കാര്യങ്ങൾ വളരെ ആവശ്യമുള്ള കാര്യങ്ങളാണ്. അതിനാൽ ഒരിക്കലും ഇതിനെ ഭയപ്പെടരുത്. അപ്പോൾ ആദ്യം ശീലപാലനത്തെക്കുറിച്ച് പറഞ്ഞു. ഇനി അടുത്ത ഘട്ടത്തിൽ ഇന്ദ്രിയ സംവരം അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കൽ അതാണ് എന്ന് പറയുന്നുണ്ട്. ഇതും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് ഭഗവാൻ എന്താണ് ഭിക്ഷുക്കളെ പഠിപ്പിച്ചത് മുക്തരാക്കാൻ വേണ്ടി, അത് നമ്മളും അഭ്യസിക്കണം. സോ ചക്കുണ രൂപം ദിസ്വ ന നിമിത്തഗാഹി ഹോതി നാനു വ്യഞ്ജനഗാഹി. കണ്ണുകൊണ്ട് അവർ ഒരു രൂപത്തെ കാണുന്ന സമയത്ത് ആ നിമിത്തത്തെപ്പറ്റി ഗ്രഹിക്കരുത്. ന നിമിത്തഗാഹി ഹോതി നാനുഭ്യഞ്ജനഗാഹി, അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കരുത്. അതായത് ഇവിടെ പറയുന്നത് ഒരു കണക്കിൽ ഇങ്ങനെയാണ്, ദിട്ടേ ദിട്ടമത്തം ഭവിസ്സതി. അതായത് കാണുമ്പോൾ നമ്മൾ കാണൽ മാത്രമേ ഉള്ളൂ,
അതിൻ്റെ വിശദാംശങ്ങളിൽ നമ്മൾ കടക്കുന്നില്ല, ചിന്തിക്കുന്നില്ല. ഇപ്പോൾ നമ്മൾ രൂപത്തെ കണ്ടു, ഏതെങ്കിലും ഒരു വ്യക്തിയെ കണ്ടു. ഇനി അത്ര മാത്രമേ ഉള്ളൂ, കാണൽ മാത്രമേ ഉള്ളൂ. നമ്മളിനി ആ വ്യക്തിയെ നമ്മുടെ ഉള്ളിലേക്ക് എടുക്കുന്നില്ല. എടുത്തതിന് ശേഷം ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. അവൻ്റെ രൂപം എങ്ങനെയാണ്, അവൻ സുന്ദരനാണോ അസുന്ദരനാണോ, നല്ലവനാണോ ചീത്തവനാണോ, ഇങ്ങനെയൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല. അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നതിനെ പറ്റിയിട്ടാണ് അടുത്ത ഉപദേശം. ഈ കണ്ണ് എന്ന ഇന്ദ്രിയത്തെ നമ്മൾ നിയന്ത്രിച്ചിട്ടില്ല എങ്കിൽ അഭിജ്ജ, ദോമനസം തുടങ്ങിയ പാപക അകുശല ധർമ്മങ്ങൾ നമ്മുടെ ഉള്ളിൽ വളരാൻ തുടങ്ങും. അഭിജ്ജ എന്ന് പറയുന്ന സമയത്ത് നമ്മളതിൽ ആസക്തരാകും. അത് എൻ്റെയാണ് എന്നുള്ള ഒരു ചിന്ത നമ്മൾക്ക് വരും, അതിനെപ്പറ്റി ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ. അതേപോലെ തന്നെ ദോമനസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിൽ അതിനെക്കുറിച്ചിട്ട് ചിലപ്പോൾ വെറുപ്പ് വരാം, ഇഷ്ടക്കേട് വരാം, അങ്ങനെയുള്ള കാര്യങ്ങൾ വരാം. പാപക അകുശല ധർമ്മങ്ങൾ നമ്മുടെ ഉള്ളിൽ കടന്നു ചെല്ലാം. പാപകം അകുശലം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അതിനോട് നമ്മൾക്ക് ഒന്നില്ലെങ്കിൽ ഇഷ്ടം തോന്നാം, അല്ലെങ്കിൽ അനിഷ്ടം തോന്നാം. അപ്പോൾ രാഗദ്വേഷ മോഹങ്ങളായി. അതുതന്നെയാണ് പാപക അകുശല ധർമ്മങ്ങൾ. അത് കാരണമാണ് നമ്മൾ ഈ ഇന്ദ്രിയ സംവരണം അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കൽ അഭ്യസിക്കുന്നത്. ആ കണ്ണ് എന്ന ഇന്ദ്രിയത്തെ നമ്മൾ സംരക്ഷിക്കുന്നത്, അതിനെ നിയന്ത്രിക്കുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. കാരണം നമ്മൾക്കറിയാം, നമ്മൾ സതിപട്ടാന സൂത്രത്തിലും നമ്മൾ വായിച്ചിട്ടുണ്ട്, തൃഷ്ണ എന്ന് പറയുന്നത് എപ്പോഴും എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്? നമ്മുടെ 5 ഇന്ദ്രിയങ്ങളിലും അതിൻ്റെ വിഷയങ്ങൾ പെടുന്ന സമയത്ത് അത് ഇട്ട, കന്ത, മനാപ, രജനീയ, കാമോപസംഹിത, അതായത് അത് നമ്മൾക്ക് ഇഷ്ടമാണ്, അത് സുഖം തരുന്നതാണ്, മനസ്സിന് സന്തോഷം തരുന്നതാണ്. ഇങ്ങനെയുള്ള വസ്തുക്കളിലാണ് ആദ്യം നമ്മൾക്ക് രാഗം തുടങ്ങുക. അതായത് ഇഷ്ടപ്പെട്ടുള്ള ആ വസ്തുക്കളിലാണ് നമ്മൾക്ക് ആദ്യം തൃഷ്ണ തുടങ്ങുക. ഈ തൃഷ്ണയാണ് പിന്നീട് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. അതുകൊണ്ട് കാണുന്ന കാര്യത്തെപ്പറ്റി നമ്മൾ വിചാരിക്കുകയോ അതിൻ്റെ വിശദാംശങ്ങൾ മനസ്സിൽ ചിന്തിക്കുകയോ ചെയ്യരുത്. ഒരു വസ്തു കണ്ടു, അത്രമാത്രം. അതിനെക്കുറിച്ച് പിന്നെ കൂടുതൽ ചിന്തിക്കരുത്. അതേപോലെ തന്നെ അവർ കാതുകൊണ്ട് ഒരു ശബ്ദം കേൾക്കുന്ന സമയത്തും ഇതേപോലെ തന്നെ ന നിമിത്തഗാഹി ഹോതി നാനുഭ്യഞ്ജനഗാഹി. അതേപോലെ തന്നെ മൂക്കുകൊണ്ട് ഒരു ഗന്ധം മണക്കുന്ന സമയത്തും, നാവ് കൊണ്ട് രുചിയെ ഗ്രഹിക്കുന്ന സമയത്തും, ശരീരം കൊണ്ട് ഒരു വസ്തുവിനെ സ്പർശിക്കുന്ന സമയത്തും, മനസ്സിൽ ഒരു ചിന്ത വരുന്ന സമയത്തും അവർ അതിൻ്റെ ധർമ്മങ്ങളെ ഗ്രഹിക്കുന്നില്ല, അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. എന്തെന്നാൽ മനസ്സിനെ ഈ രീതിയിൽ നിയന്ത്രിച്ചിട്ടില്ല എങ്കിൽ, മനസ്സിനെ മാത്രമല്ല ഈ 5 ഇന്ദ്രിയങ്ങളെയും ഈ രീതിയിൽ നിയന്ത്രിച്ചിട്ടില്ല എങ്കിൽ അഭിജ്ജ, ദോമനസം തുടങ്ങിയ പാപക അകുശല ധർമ്മങ്ങൾ മനസ്സിൽ കടന്നുകൂടും. അഭിജ്ജ എന്ന് പറയുന്ന സമയത്ത് ആ കണ്ട വിഷയങ്ങളോടുള്ള ആസക്തി, മനസ്സിൽ ദുർമനസ്, അങ്ങനെ പാപകങ്ങൾ, രാഗദ്വേഷ മോഹങ്ങളാവുന്ന അകുശല ധർമ്മങ്ങൾ, പാപധർമ്മങ്ങൾ നമ്മളുടെ മനസ്സിൽ വരും. അത് നമ്മളെ മൂടിക്കളയും. അത് കാരണമാണ് നമ്മൾ ഈ 6 ഇന്ദ്രിയങ്ങളിലും നിയന്ത്രണം അഭ്യസിക്കുന്നത്, 6 ഇന്ദ്രിയങ്ങളെയും സംരക്ഷിക്കുന്നത്, അതിൻ്റെ നിയന്ത്രണം ആഗ്രഹിക്കുന്നത്. സോ ഇമിന അരിയേന ഇന്ദ്രിയ സംവരേന സമന്യാഗതോ അജ്ജത്തം അഭ്യാസേക സുഖം പടിസംവേദേതി. ഈ തരത്തിലുള്ള ആര്യന്മാരുടെ ഇന്ദ്രിയ സംവരണം അല്ലെങ്കിൽ ഇന്ദ്രിയ നിയന്ത്രണം അഭ്യസിക്കുന്ന സമയത്ത് ആ അഭ്യാസത്താൽ അവരുടെ ഉള്ളിൽ ഒരു കളങ്കമില്ലാത്ത ഒരു സുഖം അവർ അനുഭവിക്കുന്നു. കളങ്കമില്ലാത്ത സുഖം എന്ന് പറയുമ്പോൾ ഇത് അകുശലകരമായിട്ടുള്ള ഒരു ധർമ്മമല്ല, അതുകൂടാതെ ഇന്ദ്രിയ സുഖമല്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പബ്ബാസര ചിത്തത്തിൻ്റെ ഒരു അനുഭവമാണ് നമ്മൾക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ നമ്മുടെ ശീലങ്ങളെ ശരിയാക്കി. അപ്പോൾ നമ്മുടെ വാക്കുകൊണ്ടും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ചെയ്യുന്ന ദുഷ്പ്രവൃത്തികൾ നമ്മൾ ഒഴിവാക്കി. അടുത്തതായിട്ട് നമ്മൾ 6 ഇന്ദ്രിയങ്ങളെയും സംവരണം ചെയ്തു, അതായത് നിയന്ത്രിച്ചു. ഈ നിയന്ത്രണം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഇന്ന് പല സാധകരും ധാരാളം ധ്യാനിക്കാറുണ്ട്. പക്ഷേ ധ്യാനം കഴിഞ്ഞതിന് ശേഷം മൊബൈലിൽ നോക്കി ഏതെങ്കിലും സിനിമകൾ ആസ്വദിക്കുന്നു, അല്ലെങ്കിൽ അതിനെപ്പറ്റി ചിന്തിക്കുന്നു, അല്ലെങ്കിൽ സംഗീതം കേൾക്കുന്നു, അല്ലെങ്കിൽ 5 ഇന്ദ്രിയങ്ങളിലും സുഖകരമായിട്ടുള്ള കാര്യത്തിൽ ആസക്തരാകുന്നു. അത് കാരണം അവർക്ക് ഒരിക്കലും പ്രോഗ്രസ് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് ഇന്ദ്രിയ സംവരണം വളരെ അത്യാവശ്യമാണ്. പക്ഷേ ഒരു ഗൃഹസ്ഥൻ ഈ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ
ആ വ്യക്തിയുടെ കുടുംബജീവിതം അതോടുകൂടി അവസാനിക്കുന്നതാണ്. കാരണം 5 ഇന്ദ്രിയ സുഖങ്ങളും ആ വ്യക്തി ആസ്വദിക്കുന്നില്ല. എന്നാൽ കുടുംബജീവിതം കഴിഞ്ഞ ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ സന്യാസിക്ക് ഇത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ് മുന്നേറുന്നതിന്. അതുകൂടാതെ ഏതൊരു വ്യക്തി നിബ്ബാണത്തിന് വേണ്ടി ശ്രമിക്കുന്നുവോ അവർക്കും ഇത് വളരെ അത്യാവശ്യമാണ്. അതായത് നമ്മൾ വെളിയിൽ നിന്നുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നിർത്തണം. അതുകൊണ്ടാണ് ഭിക്ഷുക്കളോട് വനത്തിൽ പോയിട്ട് താമസിക്കാൻ പറയുന്നത്. അതുകൊണ്ടാണ് ഭിക്ഷുക്കളെ ഈ നൃത്തം, ഗീതം അതൊന്നും കേൾക്കരുത്, കാണരുത് എന്നെല്ലാം പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇതുതന്നെയാണ്. കാരണം എത്രത്തോളം ഇന്ദ്രിയങ്ങളിലെ കൂടെ കാര്യങ്ങൾ അകത്ത് വരുന്നോ, ഈ പാപധർമ്മങ്ങൾ അകത്ത് വരുന്നോ, അത്രത്തോളം നമ്മുടെ മനസ്സ് കളങ്കിതമാകും. അപ്പോൾ നമുക്ക് ആ സൂക്ഷ്മമായിട്ടുള്ള കാര്യങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. ശീലത്തിൻ്റെ അഭ്യാസം കഴിഞ്ഞു, ഇന്ദ്രിയ സംവരണത്തിൻ്റെ അഭ്യാസം കഴിഞ്ഞു, അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങളുടെ നിയന്ത്രണത്തിൻ്റെ അഭ്യാസം കഴിഞ്ഞിട്ടില്ല. ഇത് കൂടെ തന്നെ കൊണ്ട് നടക്കണം. പക്ഷേ അടുത്ത പടി ചെയ്യേണ്ടത് സമ്പജാനം ആണ്. പജാനാദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രജ്ഞാപൂർവം അറിയുക എന്നാണ് അർത്ഥം. എന്തിനെയാണ് പ്രജ്ഞാപൂർവം അറിയേണ്ടത്? ഇത് ദുഃഖമാണ്, ഇത് ദുഃഖത്തിൻ്റെ സമുദയമാണ്, ഇത് ദുഃഖത്തിൻ്റെ നിവാരണമാണ്, ഇത് ദുഃഖത്തിൻ്റെ നിവാരണത്തിലുള്ള മാർഗമാണ്. ഇതിനെയാണ് പജാനാദി എന്ന് പറയുന്നത്. അതായത് പ്രജ്ഞാപൂർവം അറിയുക എന്ന് പറയുന്നത്. നമ്മൾ ഇരുന്ന് പരിശീലിക്കുന്നതിന് മുൻപ് നമ്മൾ ഈ രീതിയിൽ വാക്കിംഗ് മെഡിറ്റേഷൻ അഭ്യസിക്കാനാണ് ഭഗവാൻ ബുദ്ധൻ ഉപദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഈ സമ്പജാനം ആദ്യം വന്നത്. അതുകൂടാതെ ഇത് അഭ്യസിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ധ്യാനം ദൃഢമാകുകയുള്ളൂ. കാരണം എല്ലാ സമയത്തും നമ്മൾക്ക് ഇരുന്ന് ധ്യാനിക്കാൻ സാധിക്കില്ല. അതിനാൽ നമ്മൾക്ക് എല്ലാ അവസ്ഥകളിലും ധ്യാനിക്കാൻ നമ്മൾ പരിശീലനം നേടണം. സോ അഭിക്കന്തേ പഠിക്കന്തേ സമ്പജാനകാരി ഹോതി. ആ വ്യക്തി മുന്നോട്ട് നടക്കുന്ന സമയത്തും പിന്നോട്ട് നടക്കുന്ന സമയത്തും സമ്പജാനകാരി, അവൻ്റെ സമ്പജന്യം അവിടെ നിലനിൽക്കുന്നു. അതായത് പ്രജ്ഞാപൂർവം അവൻ അറിയുന്നു. ആലോകിതേ വിലോകിതേ സമ്പജാനകാരി ഹോതി. അവൻ മുന്നോട്ട് നോക്കുന്ന സമയത്തും വശങ്ങളിലോട്ട് നോക്കുന്ന സമയത്തും പ്രജ്ഞാപൂർവം അതിനെ അറിയുന്നു. സമിഞ്ജിതേ പ്രസാരിതേ സമ്പജാനകാരി ഹോതി. കാലുകളെ അടുപ്പിക്കുന്ന സമയത്തും അകറ്റുന്ന സമയത്തും സമ്പ്രജ്ഞാനം അവനിലുണ്ട്. സംഘാടിപത്ത ചീവര ധാരണേ സമ്പജാനകാരി ഹോതി. ഭിക്ഷു വസ്ത്രം എടുക്കുന്ന സമയത്തും അതേപോലെ തന്നെ ഭിക്ഷാപാത്രം എടുക്കുന്ന സമയത്തും സമ്പജാനകാരി ഹോതി. അസിതേ പീതേ ഖായിതേ സായിതേ സമ്പജാനകാരി ഹോതി. ഭക്ഷണം കഴിക്കുന്ന സമയത്ത്, വെള്ളം കുടിക്കുന്ന സമയത്ത്, ചവയ്ക്കുന്ന സമയത്ത്, രുചിക്കുന്ന സമയത്ത് സമ്പജാനകാരി ഹോതി. ഉച്ചാരപസ്സാവകമ്മേ സമ്പജാനകാരി ഹോതി. മൂത്രമൊഴിക്കുന്ന സമയത്തും മലവിസർജന ചെയ്യുന്ന സമയത്തും സമ്പജാനകാരി, അതായത് ആ സമയത്ത് പോലും നമ്മൾ ധ്യാനിക്കണം എന്നാണ് പറയുന്നത്. ഗതേ ഠിതേ നിസിന്നെ സുത്തേ ജാഗ്രതേ ഭാസിതേ തുണിഹീഭാവേ സമ്പജാനകാരി ഹോതി. നടക്കുന്ന സമയത്ത്, നിൽക്കുന്ന സമയത്ത്, ഇരിക്കുന്ന സമയത്ത്, ഉറങ്ങുന്ന സമയത്ത്, ഉണരുന്ന സമയത്ത്, സംസാരിക്കുന്ന സമയത്ത്, മൗനമായിട്ടിരിക്കുന്ന സമയത്ത്, എല്ലാ സമയത്തും ആ ഭിക്ഷു സമ്പജാനകാരി ഹോതി. ആ സമയത്തെല്ലാം ആ ഭിക്ഷു ധ്യാനസ്ഥനാണ്. ഏത് സമയത്ത് ആ വ്യക്തിക്ക് ഈ രീതിയിലുള്ള ശീലം ഉണ്ടോ, ഈ ആര്യ സന്തുഷ്ടി ഉണ്ടോ, അതായത് ഉള്ളതിൽ തൃപ്തി, ഈ ഇന്ദ്രിയ സംവരണം അല്ലെങ്കിൽ ഇന്ദ്രിയ നിയന്ത്രണം ഉണ്ടോ, ഈ ആര്യ സതിയും അതേപോലെ തന്നെ സമ്പജന്യവും ഉണ്ടോ, ആ സമയത്ത് അവർ ഒരു കാട്ടിലേക്ക് പോകുന്നു, നിർജ്ജനമായിട്ടുള്ള കാട്ടിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ വൃക്ഷത്തിൻ്റെ മൂലത്തിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ പർവ്വതത്തിലോ താഴ്വരത്തിലോ ഗുഹകളിലോ ശ്മശാനത്തിലോ വനത്തിലോ അല്ലെങ്കിൽ തുറന്ന സ്ഥലത്തോ അവൻ കുറച്ച് ഉണക്ക പുല്ലുകൾ കൂട്ടിയിടുന്നു, അതായത് ഇരിക്കാൻ വേണ്ടിയുള്ള ആസനം. ഭിക്ഷാടനം കഴിഞ്ഞ് ഭക്ഷണശേഷം ചമ്മരം പടിഞ്ഞ് ഈ ആസനത്തിലിരിക്കുന്നു. എന്നിട്ട് ശരീരം നേരെ നിർത്തുന്നു. എന്നിട്ട് മുഖത്തിന് ചുറ്റും ശ്രദ്ധിക്കുന്നു. ഇവിടെ നിവർന്നിരിക്കണം എന്ന് പറയുന്നത് നമ്മുടെ പുറംഭാഗവും കഴുത്തും വളയരുത്, നേരെ ഇരിക്കണം എന്നുള്ളതാണ്. അതിനുശേഷം പറയുന്നത് പരിമുഖം സതിം ഉപഠവിത്വ. നമ്മുടെ മുഖത്തിന് ചുറ്റും നമ്മൾ നമ്മുടെ ശ്രദ്ധ വയ്ക്കണം എന്നാണ് പറയുന്നത്. നമ്മൾ ആനാപാന ചെയ്യുന്ന സമയത്തും ഇതേ വാക്ക് വന്നു, പരിമുഖം സതിം ഉപഠവിത്വ. അതിൻ്റെ അർത്ഥം നമ്മളുടെ ജാഗ്രത അല്ലെങ്കിൽ ശ്രദ്ധയെ മുഖത്തിന് ചുറ്റും നമ്മൾ വയ്ക്കുക. ലോകത്തിൽ അഭിജ്ഞ അതിനെ ഉപേക്ഷിച്ച് അഭിജ്ഞയില്ലാതെ ജീവിക്കണം.
ഇവിടെ അവിദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനോടുള്ള ആസക്തി, അത് എൻ്റെയാണ് എന്നുള്ള ഒരു തോന്നൽ. മറ്റൊരു വാക്കുണ്ട് അവിദ്യ. അവിദ്യ എന്ന് പറയുമ്പോൾ അവിദ്യ, ഏതൊന്നില്ലയോ അത് അവിദ്യ. അപ്പോൾ ഇവിടെ ഈ ലോകത്തിൽ ആസക്തി ഉപേക്ഷിക്കണം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ നമ്മൾ എന്തെല്ലാം അനുഭവിക്കുന്നുവോ അത് എൻ്റെയാണ് എന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കരുത്. അതിൻ്റെ അനിത്യ സ്വഭാവത്തിൽ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മൾക്ക് എൻ്റെയാണ് എന്ന് നമ്മൾക്ക് തോന്നില്ല. അവിദ്യായ ചിത്തം പരിശോധേതി. ഈ എൻ്റെയാണ് എന്ന തോന്നലിൽ നിന്ന് നമ്മുടെ ചിത്തത്തെ നമ്മൾ പരിശുദ്ധമാക്കുന്നു, ശുദ്ധമാക്കുന്നു. അതായത് നമ്മൾ രൂപത്തെ നമ്മൾ നോക്കുന്നു, ശരീരത്തെ നമ്മൾ നോക്കുന്നു, ചിത്തത്തെ നോക്കുന്നു, ചിത്തത്തിൻ്റെ ധർമ്മത്തെ നോക്കുന്നു, ശരീരത്തിലുണ്ടാകുന്ന സംവേദനകളെ നോക്കുന്നു. ഇതൊന്നും നമ്മൾ ഞാനാണ്, എൻ്റെയാണ് എന്ന് നമ്മൾ കരുതുന്നില്ല. അതിനെല്ലാം ഉപേക്ഷിക്കണം എന്നാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 5 നീവരണങ്ങളെ കുറിച്ചിട്ടാണ് ഭഗവാൻ ബുദ്ധൻ ഇനി പറയാൻ പോകുന്നത്. 5 നീവരണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ 5 ശത്രു. അതിൽ ആദ്യത്തെ ശത്രുവായിട്ടുള്ള കാമച്ഛന്തത്തെ തന്നെയാണ് ഇവിടെ പറയുന്നത്. പക്ഷേ അതിന് ഇങ്ങനെയുള്ള ഒരു പേരാണ് കൊടുത്തത്, അവിദ്യ. അതായത് അതിനോടുള്ള ആസക്തി. 5 നീവരണങ്ങൾ അല്ലെങ്കിൽ 5 ശത്രുക്കളെ പറ്റി നമ്മൾ നേരത്തെ തന്നെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. കാമച്ഛന്തം, വ്യാപാദം, വിചികിച്ഛ, സംശയം, ഉദ്ധച്ച കുക്കുച്ഛം, ഇരിക്കപ്പുറതിയില്ലായ്മ, ധീനമിത്ത, ശരീരത്തിലും മനസ്സിലുമുള്ള ആലസ്യം. വ്യാപാദത്തെ അല്ലെങ്കിൽ ദ്വേഷത്തെ ഉപേക്ഷിച്ച് മനസ്സിൽ ദ്വേഷമില്ലായ്മ കൊണ്ടുവരുന്നു. ദ്വേഷമില്ലാത്ത മനസ്സുകൊണ്ട് അവർ ധ്യാനിക്കുന്നു. എല്ലാ പ്രാണികളോടും അനുകമ്പ കൊണ്ട് അവർ ധ്യാനിക്കുന്നു. അങ്ങനെ മനസ്സിൽ നിന്ന് വ്യാപാദത്തെ അവർ ഒഴിവാക്കുന്നു. ദ്വേഷം വരുന്ന സമയത്ത് നമ്മൾ മൈത്രി ജനറേറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ദ്വേഷം പരിപൂർണമായിട്ടും ഇല്ലാതാകും. അടുത്തത് ധീനമിത്ത അല്ലെങ്കിൽ ശരീരത്തിലും മനസ്സിലും ഉള്ള ആലസ്യത്തെ ഒഴിവാക്കി ധീനമിത്ത ഇല്ലാത്ത അവസ്ഥ മനസ്സിൽ കൊണ്ടുവരുന്നു. ആലസ്യം ഇല്ലാതെ അവർ ധ്യാനിക്കുന്നു. ആലോകസഞ്ജി, അതായത് പ്രകാശമുള്ള സംഖ്യ. അതായത് ഇവിടെ ധീനമിത്തം എന്ന് പറയുന്നത് ഇരുട്ടിലേക്കുള്ള ഒരു പോക്കാണ്, അതായത് ഉറക്കത്തിലേക്കുള്ള പോക്കാണ്. പക്ഷേ നമ്മൾ ഇവിടെ ജ്ഞാനത്തിൻ്റെ പ്രകാശം കൊണ്ടുവരുന്നു. അതാണ് പറയുന്ന ആലോകസഞ്ജി. സതോ സമ്പജാനോ ധീനമിത്ത ചിത്തം പരിശോധേതി. ഇങ്ങനെ ധീനമിത്തം വരുന്ന സമയത്ത് നമ്മൾ നമ്മളുടെ ജാഗ്രത നമ്മൾ കുറച്ചുകൂടി വർദ്ധിപ്പിക്കണം. അതുകൂടാതെ സമ്പജന്നോ, ഇരുന്നിട്ടും നടന്നിട്ടും അങ്ങനെ എല്ലാ സമയത്തും നമ്മൾ അഭ്യസിക്കണം. അങ്ങനെയാണ് നമ്മൾ ഈ ധീനമിത്തയെ നമ്മൾ മറികടക്കുന്നത്. അതായത് നമ്മൾക്ക് ആലസ്യം വരികയാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ നമ്മുടെ ജാഗ്രതയെ കുറച്ചുകൂടി വർദ്ധിപ്പിക്കണം. അതിനുശേഷം ഇരുന്ന് ധ്യാനിക്കാതെ നമ്മൾ എല്ലാ സമയത്തും നടന്നിട്ടും ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്ന സമയത്തും നമ്മൾ ധ്യാനിക്കണം. അങ്ങനെയാണ് ഈ ധീനമിത്ത അല്ലെങ്കിൽ ശരീരത്തിൻ്റെ മനസ്സിൻ്റെ ആലസ്യം വരുന്ന സമയത്ത് നമ്മൾ ഈ സമ്പജന്യം രണ്ടിനെയും വർദ്ധിപ്പിക്കുന്ന സമയത്ത് ആ ആലസ്യം ഇല്ലാതാവുന്നു. അടുത്തതായിട്ട് ഉദ്ധച്ച കുക്കുച്ചം അല്ലെങ്കിൽ ഇരിക്കപ്രതി ഇല്ലായ്മ, അതേപോലെ തന്നെ പശ്ചാത്താപം, ഇത് ഒഴിവാക്കി ഉദ്ധച്ച കുക്കച്ചം ഇല്ലാതെ അവർ ധ്യാനിക്കുന്നു. അജത്തം വൂപസന്ത ചിത്തോ ഉദ്ധച്ച കുക്കുച്ച ചിത്തം പരിശോധേതി. അപ്പോൾ ഇങ്ങനെ ഇരിക്കപ്രതിയില്ലായ്മ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? വൂപസന്ത ചിത്തോ, അതായത് ചിത്തത്തെ നമ്മൾ ശാന്തമാക്കണം. അതായത് ആ സമയത്ത് നമ്മൾ ഉപയോഗിക്കേണ്ട ഭോജ്യംഗം എന്ന് പറയുന്നത് പീതി, പസദ്ധി തുടങ്ങിയ ഭോജ്യംഗങ്ങളാണ് ആ സമയത്ത് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അതായത് ഏതെങ്കിലും തരത്തിൽ നമ്മൾ നമ്മുടെ മനസ്സിനെ ശാന്തമാക്കാൻ ശ്രമിക്കണം. അപ്പോഴാണ് ഈ ഒരു ശത്രുവിൽ നിന്ന് നമ്മൾക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. അടുത്തത് വിചികിച്ഛ അല്ലെങ്കിൽ സംശയം ഒഴിവാക്കിക്കൊണ്ട് സംശയമില്ലാതെ അവർ ധ്യാനിക്കുന്നു. ഇതിനെ ഒഴിവാക്കാൻ കുശലമായിട്ടുള്ള ധർമ്മങ്ങൾ നമ്മുടെ ഉള്ളിൽ കൊണ്ടുവരണം. അങ്ങനെ നമ്മൾ നമ്മുടെ മനസ്സിനെ ശുദ്ധിയാക്കണം. അതായത് ഈ രീതിയിൽ സംശയം വരുന്ന സമയത്ത് നമ്മൾ അതിനെക്കുറിച്ച് നമ്മൾ ഒരിക്കലും ചിന്തിക്കാതെ നമ്മൾ കുശലധർമ്മങ്ങൾ നമ്മുടെ മനസ്സിൽ കൊണ്ടുവരിക. ദാനത്തെപ്പറ്റി, ശീലത്തെപ്പറ്റി, പ്രജ്ഞയെപ്പറ്റി, അതിൻ്റെ ഗുണങ്ങളെപ്പറ്റി ഇതെല്ലാം നമ്മൾ ആലോചിക്കുക. അങ്ങനെ ആ ഭിക്ഷു പഞ്ചനീവരണേ പഹായ ഛേദസോ ഉപക്ലേശ പഞ്ഞായ ദുബ്ബലീകരണേ. അങ്ങനെ ഭിക്ഷു ഈ 5 നീവരണങ്ങളെയും ഉപേക്ഷിച്ചുകൊണ്ട് മനസ്സിൻ്റെ ഉപക്ലേശങ്ങളെ അല്ലെങ്കിൽ മനസ്സിൻ്റെ കളങ്കങ്ങളെ പഞ്ഞായ ദുബ്ബലീകരണേ, അതായത് പ്രജ്ഞയാൽ മനസ്സിൻ്റെ കളങ്കങ്ങളെ ദുർബലമാക്കുന്നു. അതായത് രാഗദ്വേഷ മോഹങ്ങളെ പ്രജ്ഞയാൽ ഇല്ലാതാക്കുന്നു. അത് കഴിഞ്ഞിട്ടാണ് അടുത്തത് ധ്യാനത്തിലേക്ക് പ്രവേശിക്കുന്നത്. 8 തരത്തിലുള്ള ധ്യാനമുണ്ട്.
ആ 8 തരത്തിലുള്ള ധ്യാനത്തിലേക്ക് ഒരു ഭിക്ഷു പ്രവേശിക്കുകയാണ്. ധ്യാനം കൊണ്ട് ആർക്കെങ്കിലും മുക്തി ലഭിക്കില്ല എന്നാരെങ്കിലും പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരെ ഈ സൂത്രം കേൾപ്പിക്കുക. ധ്യാനം കൊണ്ട് മാത്രമേ മുക്തി ലഭിക്കൂ. അതിനുശേഷം വിവിച്ചേവ കാമേഹി വിവിച്ച അകുശലേഹി ധമ്മേഹി, ഇന്ദ്രിയസുഖങ്ങളില്ലാതെ അകുശല ധർമ്മങ്ങൾ ഇല്ലാതെ സവിതക്കം സവിചാരം പീതിസുഖം പടമഞ്ജാനം ഉപസമ്പജ്യ വിഹരതി. അതിനുശേഷം ഒന്നാമത്തെ ധ്യാനത്തിൽ ആ വ്യക്തി എത്തിച്ചേരുന്നു. അവിടെ വിതർക്കമുണ്ട്, വിചാരമുണ്ട്, പീതിയുണ്ട്, സുഖമുണ്ട്, ചിത്തത്തിൻ്റെ ഏകാഗ്രതയുണ്ട്. ഭഗവാൻ ധ്യാനത്തിന് വളരെയധികം പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. എന്നാൽ ധ്യാനം നമ്മൾ എവിടെ നിന്ന് അഭ്യസിക്കും? ധമ്മസുഖ ഏഷ്യ എന്നൊരു വെബ്സൈറ്റ് ഉണ്ട്. അതിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ ബന്ദേ വിമലാരംസ് പഠിപ്പിക്കുന്ന ട്വിം മെഡിറ്റേഷനുണ്ട്, ട്രാങ്കിൾ വിസ്ഡം ഇൻസൈറ്റ് മെഡിറ്റേഷൻ, അല്ലെങ്കിൽ സമതാ വിപശന ധ്യാനം. അവിടെ നിന്ന് നമ്മൾക്ക് ധ്യാനങ്ങൾ അഭ്യസിക്കാൻ സാധിക്കും. ബ്രാഹ്മണ, ഇത് ഒരു തഥാഗതൻ്റെ കാലടയാളമാണ്. ഇത് തഥാഗതൻ പോയ വഴിയാണ്, തഥാഗതൻ്റെ അടയാളമാണ്. എന്നാൽ ആര്യശ്രാവകൻ ഇപ്പോഴും ഒരു നിഗമനത്തിൽ എത്തിയിട്ടില്ല. ഭഗവാൻ സമ്മാ സംബുദ്ധനാണ്, അദ്ദേഹത്തിൻ്റെ ധർമ്മം ശരിയായിട്ട് വ്യാഖ്യാനിക്കപ്പെട്ടതാണ്, ഭിക്ഷുസംഘം ശരിയായിട്ടുള്ള രീതിയിലാണ് അഭ്യസിക്കുന്നത് എന്ന നിഗമനത്തിൽ ഇപ്പോഴും ഒരു ആര്യശ്രാവകൻ എത്തിയിട്ടില്ല. അത് കഴിഞ്ഞ് വിതർക്ക വിചാരം ഒഴിവാക്കിക്കൊണ്ട് ആ ഭിക്ഷു രണ്ടാമത്തെ ധ്യാനത്തിൽ പ്രവേശിക്കുന്നു. ഇത് തഥാഗതൻ്റെ ഒരു കാലടയാളമാണ്, അദ്ദേഹം പോയിട്ടുള്ള വഴിയാണ്, അദ്ദേഹത്തിൻ്റെ അടയാളമാണ്. എന്നാലും ഒരു ആര്യശ്രാവകൻ ഇങ്ങനെ വിചാരിക്കുന്നില്ല, തഥാഗതൻ സമ്മാ സംബുദ്ധനാണ്, അദ്ദേഹത്തിൻ്റെ ധർമ്മം ശരിയായിട്ട് വ്യാഖ്യാനിക്കപ്പെട്ടതാണ്, ഭിക്ഷുസംഘം ശരിയായിട്ടുള്ള രീതിയിലാണ് അഭ്യസിക്കുന്നത് എന്ന് ഒരു ആര്യ ശ്രാവകൻ വിശ്വസിക്കുന്നില്ല. അടുത്തതായിട്ട് പീതി ഇല്ലാതായിട്ട് ആ വ്യക്തി മൂന്നാമത്തെ ധ്യാനത്തിൽ പ്രവേശിക്കുന്നു. ഇതും തഥാഗതൻ്റെ ഒരു കാലടയാളമാണ്, അദ്ദേഹം പോയ വഴിയാണ്, അദ്ദേഹത്തിൻ്റെ തന്നെ അടയാളമാണ്. എന്നാലും ഒരു ആര്യശ്രാവകൻ അദ്ദേഹം സംബുദ്ധനാണെന്ന് കരുതുന്നില്ല. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എല്ലാം ആവർത്തിക്കുകയാണ്. അതിനുശേഷം ആ വ്യക്തി സുഖവും ദുഃഖവും മറികടന്ന് നാലാമത്തെ ധ്യാനത്തിൽ പ്രവേശിക്കുന്നു. ഇതും തഥാഗതൻ്റെ ഒരു കാലടയാളമാണ്, അദ്ദേഹം പോയ വഴിയാണ്, അദ്ദേഹത്തിൻ്റെ അടയാളമാണ്. എന്നാലും ഒരു ഭിക്ഷു തഥാഗതൻ സംബുദ്ധനാണ് എന്ന് വിശ്വസിക്കുന്നില്ല. അങ്ങനെ മനസ്സ് ആ സമാധിയിൽ മുഴുകിയിരിക്കുന്ന സമയത്ത് അത് ശുദ്ധമാണ്, പരിശുദ്ധമാണ്, കളങ്കമില്ലാത്തതാണ്, ദോഷമില്ലാത്തതാണ്, മൃദുവാണ്, ജോലി ചെയ്യിപ്പിക്കാവുന്നതാണ്, നേരെയുള്ളതാണ്, ഒട്ടും തന്നെ ചലനമില്ലാത്തതാണ്. ആ മനസ്സുകൊണ്ട് അവർ പൂർവ്വജന്മങ്ങളെ ഓർക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ 1, 2, 10, 100, 1000, 10,000, ലക്ഷം അങ്ങനെ ഒരുപാട് പൂർവ്വജന്മങ്ങൾ അവർക്ക് ഓർമ്മ വരുന്നു. അതിൻ്റെ എല്ലാ വിവരണങ്ങളും കൂടി അവർ ഓർക്കുന്നു. ഇതും തഥാഗതൻ്റെ കാലടയാളമാണ്, അദ്ദേഹം പോയ വഴിയാണ്, അദ്ദേഹത്തിൻ്റെ തന്നെ അടയാളമാണ്. എന്നാലും ഒരു ഭിക്ഷു ഭഗവാൻ സമ്മാ സംബുദ്ധനാണ് എന്ന് കരുതുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഉപദേശം വളരെ നല്ല പോലെ ഉള്ളതാണ് എന്ന് കരുതുന്നില്ല. സംഘം ശരിയായിട്ടുള്ള രീതിയിൽ അഭ്യസിക്കുന്നു എന്ന് കരുതുന്നില്ല. അവരുടെ മനസ്സ് ഈ രീതിയിലുള്ള സമാധിയിൽ മുഴുകിയിരിക്കുന്ന സമയത്ത് അത് വളരെ പരിശുദ്ധമാണ്, ഉജ്ജ്വലമാണ്, കളങ്കമില്ലാത്തതാണ്, ദ്വേഷമില്ലാത്തതാണ്, മൃദുവാണ്, ജോലി ചെയ്യിപ്പിക്കാവുന്നതാണ്, നേരെയുള്ളതാണ്, ഒട്ടും തന്നെ ചലനമില്ലാത്തതാണ്. ആ മനസ്സ് പ്രാണികളുടെ മരണവും ജനനവും എങ്ങനെ നടക്കുന്നു എന്നതിലേക്ക് അവർ നോക്കുന്നു. അങ്ങനെ മനുഷ്യർക്ക് അതീതമായിട്ടുള്ള ആ ദിവ്യ ചക്ഷു അല്ലെങ്കിൽ വിശുദ്ധ നേത്രത്താൽ എങ്ങനെയാണ് പ്രാണികൾ അവരുടെ കർമ്മങ്ങൾക്കനുസരിച്ച് നല്ല സ്ഥലത്തും ചീത്ത സ്ഥലത്തും ജനിക്കുന്നത് എന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നു. ഇതും തഥാഗതൻ്റെ ഒരു കാലടയാളമാണ്, അദ്ദേഹം പോയ വഴിയാണ്, അദ്ദേഹത്തിൻ്റെ തന്നെ അടയാളമാണ്. എന്നാലും ഒരു ആര്യശ്രാവകൻ ഭഗവാൻ സമ്മാ സംബുദ്ധനാണ് എന്ന് കരുതുന്നില്ല. അവരുടെ മനസ്സ് അത്തരം സമാധിയിൽ മുഴുകിയിരിക്കുന്ന സമയത്ത് അത് ശുദ്ധമാണ്, പ്രകാശമാനമാണ്, ദോഷമില്ലാത്തതാണ്, കളങ്കമില്ലാത്തതാണ്, മൃദുവാണ്, ജോലി ചെയ്യിപ്പിക്കാവുന്നതാണ്, ഇളക്കമില്ലാത്തതാണ്, നേരെയുള്ളതാണ്. ആ മനസ്സിനെ ആസവക്ഷയ ജ്ഞാനത്തിലേക്ക് അവർ നയിക്കുന്നു. ആസവം എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലെ ദോഷങ്ങൾ അത് എത്രത്തോളം ക്ഷയിച്ചു, അത് എത്രത്തോളം ഇല്ലാതായി എന്ന അറിവിലേക്ക് അവരുടെ മനസ്സിനെ നയിക്കുന്നു. അപ്പോൾ അവർ സത്യത്തിൽ ഇത് മനസ്സിലാക്കുന്നു, ഇത് ദുഃഖമാണ്, ഇത് ദുഃഖത്തിൻ്റെ സമുദയമാണ്, ഇത് ദുഃഖത്തിൻ്റെ നിരോധമാണ്,
ഇത് ദുഃഖത്തിൻ്റെ നിരോധനത്തിനുള്ള മാർഗമാണ്. അത് അവർ സത്യമായിട്ട് മനസ്സിലാക്കുന്നു. ഇത് ആസവമാണ്, ഇത് ആസവങ്ങളുടെ സമുദയമാണ്, ഇത് ആസവങ്ങളുടെ നിരോധമാണ്, ഇത് ആസവങ്ങളുടെ നിരോധനത്തിലുള്ള മാർഗമാണ്. അതായത് അവർ മുക്തരായി, അവർക്ക് പ്രജ്ഞ കിട്ടി. അതാണ് ഈ വാക്കുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവർക്ക് നിബ്ബാണം കിട്ടി. ബ്രാഹ്മണ, ഇതും ഒരു തഥാഗതൻ്റെ കാലടയാളമാണ്. അദ്ദേഹം പോയ വഴിയാണ്, അദ്ദേഹത്തിൻ്റെ തന്നെ അടയാളമാണ്. ആ സമയത്തും ഒരു ആര്യ ശ്രാവകൻ ഈ നിഗമനത്തിൽ എത്തിയിട്ടില്ല. തഥാഗതൻ സമ്മാസംബുദ്ധനാണ്, അദ്ദേഹത്തിൻ്റെ ധർമ്മം വളരെ നല്ല പോലെ വ്യാഖ്യാനം ചെയ്യപ്പെട്ടതാണ്, അദ്ദേഹത്തിൻ്റെ സംഘം ശരിയായിട്ടുള്ള രീതിയിലാണ് അഭ്യസിക്കുന്നത്. ഈ പ്രകാരത്തിൽ അവർ അറിയുന്ന സമയത്ത്, കാണുന്ന സമയത്ത് തസ്സ ഏവം ജാനതോ ഏവം പസ്സതോ കാമാസവാപി ചിത്തം വിമുച്ചതി ഭവാസവാപി ചിത്തം വിമുച്ചതി അവിജ്ജാസവാപി ചിത്തം വിമുച്ചതി. അവരുടെ ചിത്തം കാമാസവത്തിൽ നിന്ന്, അതായത് 5 ഇന്ദ്രിയങ്ങളുടെ സുഖങ്ങളുടെയും ആസക്തിയിൽ നിന്ന്, ഭവാസവം, അതായത് ഏതെങ്കിലും സ്ഥലത്ത് പോയിട്ട് ജനിക്കണം എന്നുള്ള ആ കളങ്കം, ആ ആസവം, അതിൽ നിന്ന്, അവിദ്യാസവം, അവിദ്യ എന്ന ആസവത്തിൽ നിന്ന് അവരുടെ മനസ്സ് പരിപൂർണമായിട്ടും വിമുക്തമാകുന്നു. വിമുക്തസ്മിം വിമുക്തമിതി ജ്ഞാനം ഹോതി. അങ്ങനെ അവർ വിമുക്തരാകുന്ന സമയത്ത് ഞങ്ങൾ വിമുക്തരായി എന്ന അറിവ് അവർക്കുണ്ടാകുന്നു. അപ്പോൾ അവർ ഇങ്ങനെ മനസ്സിലാക്കുന്നു: ക്ഷീണാജാതി, ജന്മം അവസാനിച്ചു, വുസിതം ബ്രഹ്മചര്യം, ബ്രഹ്മചര്യം ജീവിതം പൂർത്തിയാക്കി, കഥം കരണീയം, എന്തൊന്ന് ചെയ്യേണ്ടതോ അത് ചെയ്തു, നാപരം ഇറ്റ തായാതി, ഇനി നമുക്ക് ഒട്ടും തന്നെ പുനർജന്മം ഇല്ല. അതായത് ആ വ്യക്തി അർഹന്തനായി എന്നാണ് ഈ കാര്യങ്ങൾ കൊണ്ട് വിവരിക്കുന്നത്. ബ്രാഹ്മൺ, ഇതും ഒരു തഥാഗതൻ്റെ കാലടയാളമാണ്, അദ്ദേഹം പോയ വഴിയാണ്, അദ്ദേഹത്തിൻ്റെ തന്നെ അടയാളമാണ്. ഈ സമയത്താണ് ഒരു ആര്യശ്രാവകൻ ഈ ഒരു നിഗമനത്തിൽ എത്തുന്നത്: ഭഗവാൻ സമ്യക് സമ്പുദ്ധനാണ്, ഭഗവാന്റെ ധർമ്മം ശരിയായിട്ട് വ്യാഖ്യാനം ചെയ്യപ്പെട്ടതാണ്, ഭഗവാന്റെ സംഘം ശരിയായിട്ടുള്ള രീതിയിലാണ് അഭ്യസിക്കുന്നത്. അതായത് ശീലം പാലിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ധ്യാനം അഭ്യസിക്കുന്ന സമയത്തോ, അതുപോലെ തന്നെ നമ്മൾ ശ്രോതാപന്നൻ, സഗ്ദാഗാമി, അനാഗാമി ആകുന്ന സമയത്തോ നമ്മൾക്ക് ഇങ്ങനെ പൂർണ്ണമായിട്ടും നിശ്ചയിക്കാൻ സാധിക്കുന്നില്ല ഭഗവാൻ സമ്മാസംബുദ്ധനാണ്. എന്നാൽ ഒരു വ്യക്തി ഏത് സമയത്ത് അർഹന്തനാകുന്നു ആ സമയത്ത് ഭഗവാൻ സമ്പുദ്ധനാണ് എന്ന് ഒരു വ്യക്തിക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. ബ്രാഹ്മണ, ഈ സമയത്ത് ആനയുടെ ആ കാലടയാളത്തിൻ്റെ ഉപമ പരിപൂർണമായി. ഭഗവാൻ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ജാനുസോണി എന്ന ബ്രാഹ്മണൻ ഭഗവാനോട് ഇങ്ങനെ പറഞ്ഞു: അഭിക്കന്തം ബോ ഗൗതമ, അഭിക്കന്തം ബോ ഗൗതമ. ഗൗതമ ഗുരുവേ, വളരെ നന്നായി, വളരെ നന്നായി. കമഴ്ത്തി വെച്ചിരിക്കുന്നതിനെ മലർത്തി വെച്ചിരിക്കുന്നത് പോലെ, മറച്ചിരിക്കുന്നതിനെ പ്രകടമാക്കുന്നത് പോലെ, വഴിതെറ്റിയവന് വഴി കാണിക്കുന്നത് പോലെ, അന്ധകാരത്തിൽ പ്രകാശം കാണിക്കുന്നത് പോലെ. അപ്പോൾ അവിടെയുള്ളത് വ്യക്തമായിട്ടൊരു വ്യക്തി കാണാൻ സാധിക്കും. ഗൗതമഗുരു ധർമ്മത്തെ പല രീതിയിൽ വ്യാഖ്യാനിച്ച് മനസ്സിലാക്കിപ്പിച്ചു. ഞാൻ ഭഗവാന്റെ ധർമ്മത്തിൻ്റെ സംഘത്തിൻ്റെ ശരണം പ്രാപിക്കുന്നു. ഇന്നു മുതൽ ഭഗവാൻ എന്നെ ഭഗവാന്റെ ശരണം പ്രാപിച്ച ഒരു ഉപാസകനായിട്ട് കരുതണം. എൻ്റെ ശ്വാസം എന്നുവരെ നിലനിൽക്കുന്നുവോ അതുവരെ ഞാൻ ഭഗവാന്റെ ഒരു ഉപാസകനായിരിക്കും. ഇങ്ങനെ ചൂളഹത്തി പദോപമ സൂത്രം അവസാനിച്ചു. ഒരു വ്യക്തി ഏത് രീതിയിലാണ് ബുദ്ധൻ പറഞ്ഞ രീതിയിൽ ശരിയായിട്ട് അഭ്യസിക്കേണ്ടതെന്ന് ഈ സൂത്രത്തിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിനാൽ മാർഗം എന്താണ് എന്ന് അന്വേഷിക്കുന്നവർ തീർച്ചയായിട്ടും ഈ സൂത്രം കേൾക്കേണ്ടതാണ്. വീണ്ടും വീണ്ടും ഈ സൂത്രം കേൾക്കുക. അപ്പോൾ നമ്മൾക്ക് കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാകും. സൂത്രം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. കൂടുതൽ സൂത്രം ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. കുറച്ച് സമയം നമ്മൾക്ക് പുണ്യവിതരണം അഭ്യസിക്കാം. ദുഃഖം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ദുഃഖത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. ഭയം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ഭയത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. ശോകം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ശോകത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. എല്ലാ പ്രാണികൾക്കും മുക്തി ലഭിക്കട്ടെ. നമ്മൾ നേടിയ ഈ പുണ്യത്തിൽ സർവ്വജീവികളും പങ്കാളികൾ ആകട്ടെ. അതുമൂലം സർവ്വപ്രാണികൾക്കും സുഖവും സന്തോഷവും ഉണ്ടാകട്ടെ. ഭൂമിയിലും ആകാശത്തിലും ഉള്ള സർവ്വപ്രാണികളും
അധോലോകത്തെയും മനുഷ്യലോകത്തെയും ദേവലോകത്തെയും രൂപ അരൂപ ബ്രഹ്മലോകത്തിലെയും സർവ്വപ്രാണികളും നമ്മളുടെ ഈ പുണ്യത്തിൽ പങ്കാളികളാകട്ടെ. അതിശക്തരായിട്ടുള്ള ദേവന്മാരും ബ്രഹ്മന്മാരും ബുദ്ധശാസനത്തെ സംരക്ഷിക്കട്ടെ. സാധു സാധു സാധു.